സൂറത്തു അൽ ബഖറയിലെ 62-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സാലിഹാ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്നല്ലദീന ആമനു, ഏതൊരു കൂട്ടരാണോ ആരാണോ വിശ്വസിച്ചത്, വല്ലദീന ഹാദു, അതുപോലെ യഹൂദികളായിട്ടുള്ളവരും, വന്നസാറ, നസ്രാനികളും, വസ്സാബിഈൻ, സാബിഉകളും, മൻ ആമന ബില്ലാഹ്, ആര് അള്ളാഹുവിൽ വിശ്വസിച്ചുവോ, യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിച്ചുവോ, വഅമില സാലിഹ, സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുവോ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, ഫലഹും അവർക്കുണ്ടായിരിക്കും, അജ്റുഹും അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അരികിൽ, വലാ ഖൗഫുൻ അലൈഹിം അവർക്ക് പേടിക്കേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടതുമില്ല. മുഅ്മിനുകളും യഹൂദികളും നസ്രാനികളും സാബിഉകളും ആരാകട്ടെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും സാലിഹായ അമൽ പ്രവർത്തിക്കുകയും ചെയ്തോ അവർ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ശിക്ഷയില്ല, അവർ സ്വർഗത്തിലാണ് എന്നർത്ഥം. നോക്കൂ, ഈ ആയത്തിന് മുമ്പുള്ള ആയത്തുകൾ ബഹുഭൂരിഭാഗവും ബനു ഇസ്രായീൽ അഥവാ ഇസ്രായേല്യർ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളും അവരുടെ നിഷേധവും ഒടുവിൽ അതെല്ലാം കാരണത്താൽ അള്ളാഹുവിൻ്റെ കോപം അവർക്ക് കിട്ടിയതും അവർ നിന്ദ്യരായതും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കൂട്ടരെ ഈ രൂപത്തിൽ അവരുടെ തിന്മകളും അവരുടെ അതിക്രമങ്ങളും എടുത്തു പറഞ്ഞാൽ ചില ആളുകൾക്കെങ്കിലും അവരെല്ലാവരും അങ്ങനെയാണ് എന്ന് തോന്നിയേക്കും. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരാകട്ടെ അവരല്ലാത്തവരാകട്ടെ ആരാണോ അവരിലേക്ക് നിയോഗിതരായ നബിമാരുടെ ദീനിൽ ഉറച്ചു നിന്നത്, എന്നിട്ട് അവർ ജീവിക്കുന്ന കാലത്ത് അടുത്ത നബി വന്നപ്പോൾ ആ നബിയിൽ വിശ്വസിച്ചത്, അങ്ങനെ വിശ്വാസം ശരിയാക്കിയത്, സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചത്, അവർ രക്ഷപ്പെടും. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരും അവരുടെ മുൻഗാമികളുടെ ചെയ്തികൾ കാരണത്താൽ അവർ നല്ലവനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയില്ല. അവൻ ജനിച്ചത് അങ്ങേയറ്റം മോശക്കാരായിരുന്ന ഒരു മുൻതലമുറ ഉണ്ടായിരുന്ന സമുദായത്തിലാണെങ്കിൽ കൂടി നീ അവരുടെ കൂട്ടത്തിലാണല്ലോ ജനിച്ചത് എന്ന അർത്ഥത്തിൽ ഒരു വംശീയമായ രൂപത്തിൽ അല്ല ഈ ദീനിൽ ആളുകൾ പരിഗണിക്കപ്പെടുക. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്തല്ല, ചില ആളുകൾ ഇന്ന് പ്രചരിപ്പിക്കാറുള്ളതുപോലെ ഏത് ദീനിൽ നീ ആയാലും ശരി നീ ഇസ്ലാം സ്വീകരിക്കണമെന്നില്ല, മറിച്ച് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവുക, പരലോകത്തിൽ വിശ്വസിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, നീ രക്ഷപ്പെട്ടോളൂ. ഇത് സർവമത സത്യവാദമാണ് ഇങ്ങനെ പറയുന്നത്. അത് ഖുർആനിലുണ്ട്. സൂറത്തുൽ ബഖറയിൽ 62-ാമത്തെ ആയത്തിന് തെളിവാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ചിലരും ഇസ്ലാമിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഇസ്ലാമിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറയുന്ന മുസ്ലിങ്ങളല്ലാത്തത് എന്ന് പറയാൻ ഉദ്ദേശിച്ച് അവർ മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്നില്ല. അങ്ങനെയുള്ളവർ ഇത് പറയാറുണ്ട്. മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ചിലരും പറയാറുണ്ട്. മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടാത്ത ചിലരും മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ചിലരും ഇത് പറയാറുണ്ട്. ഖുർആനിൽ ഇസ്ലാമിൽ അങ്ങനെ ഇസ്ലാമിൽ വിശ്വസിക്കണം എന്നൊന്നുമില്ല, മറിച്ച് ഏത് ദീനിൽ വിശ്വസിച്ചാലും അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക,
പരലോകത്ത് രക്ഷപ്പെടും. ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒരാൾ ഈ വിശ്വാസം വെച്ച് പുലർത്തിയാൽ, അതായത് ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും ഒരു വഴി ശരിയാണ്, അതിൽ വിശ്വസിച്ചാലും പരലോകത്ത് രക്ഷപ്പെടും എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അള്ളാഹുവും അവൻ്റെ റസൂലും നിഷേധികളാണ് എന്ന് പറഞ്ഞവരെ ഒരാൾ നിഷേധിയായി കാഫറായി കണ്ടില്ല എങ്കിൽ അവനും അവരുടെ കൂട്ടത്തിൽ അകപ്പെടും. അതല്ല എങ്കിൽ നിങ്ങൾ നോക്കൂ, അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചത് എന്തിനാണ്? അവൻ റസൂലുകൾ നിയോഗിച്ചത് എന്തിനാണ്? അതൊക്കെ ബാത്തിലായി പോകും. ഈ ആയത്തുള്ള അതേ ഖുർആനിലാണ് നമുക്ക് വായിക്കാൻ കഴിയുക. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫി നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രികീൻ, നിഷേധിച്ചവരാരോ, കുഫറിലകപ്പെട്ടവരാരോ, മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ കിതാബ് നൽകപ്പെട്ടവർ, യഹൂദികളും നസ്രാനികളും അടക്കം ആര് കുഫറിലകപ്പെട്ട് അങ്ങനെ അതിലായി മരിച്ചുവോ അവർ നരകത്തിനാണ്. ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതനാണ്. ഉലൈക ഹും ശർറുൽ ബരിയ, അവരാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരായവർ എന്ന് റബ്ബ് പറഞ്ഞു. ഈ ഖുർആനിൽ ഈ ആയത്തുണ്ടോ എങ്കിൽ ഇതേ ഖുർആനിലാണുള്ളത്. വമയബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ ദീനായി തേടിയാൽ അതവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്തെ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. ഈ ആയത്ത് ഖുർആനിലുള്ളത് കൊണ്ട് ശരിയാണ് എന്ന് നീ പറയുന്നു എങ്കിൽ ആ ആയത്തിനെ കുറിച്ച് നീ എന്ത് പറയും? ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞതിനെതിരെ വേറെ ഒരിടത്ത് ഉണ്ടാവുകയില്ല. അതുപോലെ ഈ ഖുർആനിലാണ് അള്ളാഹു പറഞ്ഞത് വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി ഫന്നാറു മൗഇദുഹു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആര് അവിശ്വസിച്ചുവോ, മിനൽ അഹ്സാബ്, ഏതേത് കക്ഷികളിലുള്ളവനാകട്ടെ, ഫന്നാറു മൗഇദുഹു, അവന് താക്കീത് നൽകപ്പെട്ട സ്ഥലം അത് നരകമാണ്. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് എന്ന മഹാനായ താബിഈ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദീൻ കേട്ട് പഠിച്ച, 60 വയസ്സിൽ താഴെയുള്ളപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ക്രൂരനായ ഒരു അമീറിൻ്റെ കൽപ്പന പ്രകാരം കൊല്ലപ്പെട്ട സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ഹദീസും ഞാൻ കേട്ടാൽ അതിനൊരു ഷാഹിദ്, ആ കാര്യം പറയുന്ന ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ കണ്ടെത്തിയിരുന്നു. അതവരുടെ ഫിഖാണ്, അവരുടെ ആഴമേറിയ ഈ ദീനിലെ വിജ്ഞാനവും അവഗാഹവുമാണ്. കാരണം യഥാർത്ഥത്തിൽ ഖുർആനിൽ ഈ ദീനിൻ്റെ മുഴുവൻ വിജ്ഞാനങ്ങളുമുണ്ട്, ഒന്നൊഴിയാതെ. ഒന്നുകിൽ വിശദമായി അല്ലെങ്കിൽ സൂചനകൾ. ഇങ്ങനെയില്ലാത്ത, ഒന്നുകിൽ വിശദമായോ അല്ലെങ്കിൽ സൂചനകളോ ഇല്ലാത്ത ഈ ദീനിൻ്റെ ഒരു വിജ്ഞാനവുമില്ല, ഖുർആനിൽ ഇല്ലാത്തൊരു വിജ്ഞാനവുമില്ല. പക്ഷെ അത് ഗ്രഹിക്കാൻ, അത് മനസ്സിലാക്കാൻ ആഴമേറിയ വിജ്ഞാനം ആവശ്യമാണ്. ആഴമേറിയ വിജ്ഞാനം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സൂഫികൾ പറയും പോലെ അതിങ്ങൾക്ക് തിരിയൂല, നമ്മുടെ ഷെയ്ഖിനെ തിരിയൂ, അങ്ങനെയല്ല പറയുന്നത്. നീ പഠിച്ചാൽ നിനക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. നീ പഠിച്ചോളൂ, പഠിച്ചാൽ മനസ്സിലാവും. അതല്ലാതെ നമ്മൾ തരീഖത്തിൽ ചേർന്നാൽ മാത്രം കിട്ടുന്നതാണ് എന്നല്ല പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കരുത്. ഫിഖ് ഉണ്ടായാൽ, ദീൻ ആഴത്തിൽ പഠിച്ചാൽ, നീ അതിന് മെനക്കെട്ടാൽ, എൻ്റെ ജീവിതം അതിന് മാറ്റിവെച്ചാൽ അള്ളാഹു നിനക്കും അത് തുറന്നു നൽകും ഇൻഷാ അള്ളാഹ്. പക്ഷെ ആഴമേറെ വിജ്ഞാനമുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂചനകൾ, അതിലെ പാഠങ്ങൾ. അതുകൊണ്ടാണ് മഹാന്മാരായ പല പണ്ഡിതന്മാരുടെയും വാക്കുകൾക്ക് എങ്ങനെ ഈ ഒരു ഭംഗി വന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞത് കാണാം. ഉദാഹരണത്തിന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അത് കേൾക്കുമ്പോൾ
സാധാരണ അറബിയൊന്നും അറിയാത്ത പൊതുജനങ്ങളിൽപ്പെട്ട ആളുകൾ വരെ പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വല്ലാത്ത ഹൃദയത്തിൽ സ്പർശിക്കുന്ന വാക്കുകളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ്റെ തദബ്ബുറാണ്. ഖുർആൻ്റെ അതിലുള്ള ഉറ്റാലോചനയിൽ ലഭിക്കുന്ന, അതോടൊപ്പം സലഫുകളുടെ മുൻഗാമികളുടെ ആധാറുകൾ, സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും എല്ലാം ഒരുപാട് വാക്കുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണവർ. അതോടൊപ്പം അള്ളാഹു നൽകിയ സവിശേഷമായ ബുദ്ധി കൂർമ്മതയും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയൊക്കെ അഗാധമായ ബുദ്ധിക്ക് അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇതെല്ലാം ചേരുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ് അത്തരം വലിയ ആഴമേറിയ പാഠങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് താബിഈ പറഞ്ഞു, ഏത് ഹദീസ് കേട്ടാലും ഖുർആനിൽ അതിൻ്റെ സാക്ഷി അല്ലെങ്കിൽ അതിൻ്റെ സാക്ഷ്യം ഖുർആനിൽ ഞാൻ കാണാറുണ്ട്. ഒരു ഹദീസ് എനിക്കങ്ങനെ മനസ്സിലായില്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. മുസ്ലിമിൻ്റെ സഹീഹിൽ വന്നിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ആര് എന്നെ കുറിച്ച് കേട്ടുവോ, ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്റാനി, യഹൂദിയോ നസ്റാനിയോ ആരാകട്ടെ ഈ ഉമ്മത്തിൽ. അപ്പോൾ നബി പറഞ്ഞ ആ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിമും കാഫിറും അടങ്ങുന്ന നബിയുടെ ഉമ്മത്താണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഇനമാണ്. ഒന്ന് ഉമ്മത്തു ദഅവ, രണ്ടാമത്തേത് ഉമ്മത്തുൽ ഇജാബ. ഒന്നാമത്തേത് ഉമ്മത്തു ദഅവ, രണ്ടാമത്തേത് ഉമ്മത്തുൽ ഇജാബ. എന്താണ് ഉമ്മത്തു ദഅവ എന്നാൽ അതിലെല്ലാവരും ഉൾപ്പെട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായ മുഴുവൻ മനുഷ്യരും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് മുതൽ ഖിയാമത്ത് നാൾ വരെ ജീവിച്ച ഏതു മനുഷ്യനും അതിലുൾപ്പെട്ടു, മുസ്ലിമും കാഫിറൊക്കെ. അതാണ് ഉമ്മത്തു അദ്ദഅവ. രണ്ടാമത്തെ ഉമ്മത്തുൽ ഇജാബ, നബിയുടെ ഈ ദഅവത്തിന് ഉത്തരം നൽകിയവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർ, അവരാണ് രണ്ടാമത്തെ വിഭാഗം. ഇങ്ങനെ രണ്ട് ഉമ്മത്ത് ഉണ്ട്. നബിയുടെ ഹദീസുകളിൽ, ഖുർആനിലെ ആയത്തുകളിൽ നമുക്കത് കാണാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞൊരായത്ത് നോക്കുന്നെങ്കിൽ രണ്ട് കൂട്ടരും രണ്ട് ഉമ്മത്തും ഉൾപ്പെടുന്ന ഒരായത്തുണ്ട് ഖുർആനിൽ. അള്ളാഹു പറഞ്ഞു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു പറയുന്നു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു ദാറുസ്സലാമിലേക്ക് വിളിക്കുന്നു, സ്വർഗത്തിലേക്ക്, സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് അള്ളാഹു വിളിക്കുന്നു. അള്ളാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ആരെ വിളിക്കുന്നു എന്ന് പറഞ്ഞില്ല. അള്ളാഹു യദ്ഉ, അള്ളാഹു വിളിക്കുന്നു. ആരെ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണത്? എല്ലാവരെയും വിളിക്കുന്നു, സകലരെയും വിളിക്കുന്നു. വിളി എല്ലാവർക്കും ഉള്ളതാണ്, ദഅവത്ത് എല്ലാവർക്കും ഉള്ളതാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അത് ഉമ്മത്തു ദഅവത്താണ്, ഉമ്മത്തു ദഅവ, എല്ലാവരുമാണ് അതിൽ ഉൾപ്പെടുക. ആയത്തിൻ്റെ ബാക്കി നോക്കൂ, വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. എന്നാൽ അള്ളാഹു നയിക്കുന്നു മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക്. അവിടെ അള്ളാഹു നയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഹിദായത്ത് അവൻ നൽകുന്നു, ഹൃദയത്തിൽ അള്ളാഹു സന്മാർഗത്തിൻ്റെ വെളിച്ചമിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരെ എന്ന് പറഞ്ഞു. ആരെ? മൈഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ, എല്ലാവർക്കും ഇല്ലാതെ. എന്നാൽ അവൻ ഹിക്മത്തുള്ളവനാണ്, അവൻ അറിവുള്ളവനാണ്. ആർക്കാണത് യോജിക്കുക എന്നത് അവനറിയാം. അവൻ അവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നു. രണ്ടു കൂട്ടരും ഒറ്റ ആയത്തിൽ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഉദ്ദേശിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട യഹൂദിയോ നസ്രാനിയോ ആരാകട്ടെ എന്നെക്കുറിച്ച് കേൾക്കുകയും സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബിഹി, എന്നിട്ട് അവൻ ഞാൻ ഏതൊന്നുമായി നിയോഗിക്കപ്പെട്ടുവോ അഥവാ ആ ദീനിൽ വിശ്വസിക്കാതെ, മറ്റു ചില റിവായത്തുകൾ കാണാം വലം യുഅ്മിൻ ബി, എന്നിൽ വിശ്വസിക്കാതെ മരണപ്പെട്ടാൽ ഇല്ല കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശികളിൽപ്പെട്ടവനാണ്. എന്നെക്കുറിച്ച് കേട്ട് എന്നിട്ട് എന്നിൽ വിശ്വസിക്കാതെ ഒരുവൻ മരിച്ചാൽ അവൻ യഹൂദിയോ നസ്രാനിയോ ആരാകട്ടെ നരകക്കാരനാണവൻ എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് ഇതിൻ്റെ സാക്ഷ്യം ഖുർആനിൽ എന്നത് എനിക്ക് മനസ്സിലായില്ല, ഏത് ആയത്തിനാണ്. പിന്നീട് ഞാനത് കണ്ടു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി ഫന്നാറു മൗഇദുഹു,
ആര് ഈ റസൂലിൽ വിശ്വസിച്ചില്ലയോ, ഈ റസൂലിനെ വിശ്വസിച്ചുവോ, ഫന്നാറു മൗഇദു മിനൽ അഹ്സാബ്, ഏതേത് കക്ഷികളിൽപ്പെട്ടവനായാലും ശരി അവൻ്റെ സങ്കേതം നരകമാണ്, അവന് താക്കീത് നൽകപ്പെട്ടത് നരകമാണ്, അവനവിടെയാണ് ചെന്നു ചേരുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നോക്കൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കാതെ ഒരുവൻ മരിച്ചാൽ അവൻ നരകത്തിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടെ ജനങ്ങൾ രണ്ടായി വേർതിരിച്ചു. ഒന്ന് നബിയിൽ വിശ്വസിച്ചവർ, നബിയിൽ വിശ്വസിക്കാത്തവർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരാൾ വിശ്വസിക്കാതെ നബിയുടെ ദഅവത്ത്, നബിയുടെ ശരീഅത്ത് സ്വീകരിക്കാതെ ഇരുന്നാൽ അവന് ഉള്ളത് ശാശ്വത നരകമാണ്. ഇത് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഖുർആനിൽ വൈരുദ്ധ്യമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വൈരുദ്ധ്യമില്ല. പിന്നെ എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ ആയത്തിൻ്റെ അർത്ഥം മുഅ്മിനുകളാകട്ടെ, മുഅ്മിനുകൾ വിശ്വാസികൾ എന്ന് പറഞ്ഞത് ആ വിശേഷണം പറഞ്ഞ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ചാണ്. ഇതെന്തുകൊണ്ട് അവരെ അങ്ങനെ പറഞ്ഞു? ഞാൻ വഴിയെ വിശദീകരിക്കാം. വല്ലദീന ഹാദു, യഹൂദികൾ, യഹൂദർ എന്നറിയപ്പെട്ടവരുണ്ട്. ആരാണ് അവർ? മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവർ. എന്നിട്ട് അവർ ആ വിശ്വാസത്തിൽ മൂസാ നബി പഠിപ്പിച്ച ദീനിൽ മുന്നോട്ട് പോയി, മറ്റൊരു നബി നിയോഗിക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ മറ്റൊരു നബി നിയോഗിക്കപ്പെട്ടത് അറിയാതെ അവൻ മരിച്ചു. പേടിക്കേണ്ടതില്ല, അവൻ സ്വർഗത്തിലാണ്. ഈസ അലൈഹിസ്സലാം വന്നതറിഞ്ഞു അവൻ. ഈസാ നബിയിൽ വിശ്വസിക്കാതെ അവന് രക്ഷയില്ല. അതാണ് ഇവിടെ പറഞ്ഞ യഹൂദികൾ എന്ന് പറഞ്ഞത്. വന്നസാറ, ആരാണ് നസ്രാനികൾ? ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവർ, ഈസാ നബി പഠിപ്പിച്ച ശരീഅത്തിൽ വിശ്വസിച്ചവർ. അക്കാലത്തെ മുസ്ലിങ്ങൾ അവനാണ്. പക്ഷെ അവർ നസ്രാനികൾ എന്നറിയപ്പെട്ടവരാണ്, സംശയമില്ല, അങ്ങനെ അറിയപ്പെട്ടവരാണ്. എന്നിട്ട് അവർ ആ ദീനിൽ ജീവിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത് വരെ അതിൽ ജീവിച്ചവർ മരിച്ചു, അവർ സ്വർഗത്തിലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നോ, നബിയിൽ വിശ്വസിച്ചിരിക്കണം. വസ്സാബിഈൻ, സാബികളും ഇതുപോലുള്ളൊരു കൂട്ടനാണ്. അവരാരാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഇമാം ബിൻ ജരീർ, ഇമാം ബിൻ കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ ശരിവച്ച അഭിപ്രായം എന്ന് പറയുന്നത്, അവർ പ്രത്യേകമായി ഒരു ദീന് പറയപ്പെടാനില്ലാതിരുന്ന, എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ആ ഫിത്രത്തിൽ പോയിരുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചോ ദഅവത്തിനെ കുറിച്ചോ ഒന്നും അവർ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ജീവിച്ചവരാണവർ. അവരും ആരാകട്ടെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ച് സൽപ്രവർത്തനം പ്രവർത്തിച്ചോ അവർക്ക് ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിങ്കിൽ അവരുടെ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് മുഴുവൻ ആരെക്കുറിച്ചാണ്? കിതാബ് നൽകപ്പെട്ടവരെ കുറിച്ചാണ്, അല്ല എങ്കിൽ ഒന്നും അറിയാതെ ആ ഫിത്രത്തിൽ ജീവിച്ചവരെ കുറിച്ചാണ്. സഹാബികളെ കുറിച്ച് മറ്റൊരു അഭിപ്രായമുള്ളത് അവർ അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു വിഭാഗമായിരുന്നു എന്നതാണ്. ഇങ്ങനെയല്ലാതെ ഇതിൽ ആരെ പറഞ്ഞില്ല? ഈ ആയത്തിനെ നോക്കൂ, ഇതിൽ ആരെ പറഞ്ഞില്ല? മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞില്ല. മുശ്രിക്കുകളെ കുറിച്ച് കിതാബും നൽകപ്പെടാത്ത ബിംബാരാധകരായ ആളുകളെ, വസനീയത്തിൻ്റെ ആളുകളെ പറഞ്ഞില്ല. മജൂസികളെ പറഞ്ഞില്ല. മജൂസികൾ പല നിലക്കും സാധാരണ ബിംബാരാധകരെക്കാൾ കൊടിയ കുഫറിൻ്റെ ഷിർക്കിൻ്റെ വക്താക്കളാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ അക്കാര്യം പറഞ്ഞത് കാണാം. സാധാരണ മുശ്രിക്കുകളെക്കാൾ കടുത്ത കുഫറും ഷിർക്കും ഉള്ളവരാണ് ആര്? മജൂസികൾ എന്ന് അദ്ദേഹം അത് പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു സാദുൽ മആദിൽ. കാരണം ഇസ്ലാമിലെ ഒരു ഫിഖ്ഹിയായ മസ്അലയാണ്, ഫിഖ്ഹിയായ ഒരു മസ്അലയാണ് യഹൂദ നസ്രാനികളിൽ നിന്ന് ജിസിയ സ്വീകരിക്കാം എന്നതുപോലെ മുശ്രിക്കുകളിൽ നിന്ന് ജിസിയ സ്വീകരിക്കാമോ എന്നത്. അഥവാ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവരിൽ നിന്ന് ജിസിയ സ്വീകരിച്ചുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിക്കണം അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം എന്ന നിബന്ധന വെക്കാതെ, യുദ്ധത്തിലോ അല്ലെങ്കിൽ അവരുമായി അവർ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലായാലോ അല്ലെങ്കിൽ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തിയാലോ മുസ്ലിം ഭരണാധികാരികൾക്ക് അവരോട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്ന രണ്ടാലൊന്ന് സ്വീകരിക്കുക എന്നത് മാത്രമാണോ? അതല്ല, മൂന്നാമത് ജിസിയ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ തുടരാം എന്ന നിബന്ധന വെക്കാമോ എന്ന ഫഖ്ഹിയായ ഒരു ചർച്ചയുണ്ട്, ഒരു മസ്അലയുണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞു അത് ജിസിയ സ്വീകരിക്കാം, എന്നിട്ട് അവരുടെ ദീനിൽ തുടരാൻ അവർ അനുവദിക്കാം
എന്നത് യഹൂദ നസ്രാനികൾക്ക് മാത്രം ബാധകമാണ്. മറ്റുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്നീ 2 നിബന്ധനകൾ മാത്രമേ പാടുള്ളൂ. ഇതൊക്കെ ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിലുള്ള യുദ്ധവും ഇസ്ലാമിക ഭരണക്രമവും ഒക്കെ നിലനിൽക്കുന്നിടത്തുള്ള ചർച്ചകളാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ശരി, ഇതിൽ മജൂസികൾ ഉൾപ്പെടുമോ മുശ്രിക്കുകൾ ഉൾപ്പെടുമോ എന്ന ചർച്ചയുണ്ട്. പല പണ്ഡിതന്മാരും ഇല്ല, യഹൂദി നസ്രാനികൾ മാത്രമേ ഉൾപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞവരാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് ആധുനിക കാലത്ത് ആ അഭിപ്രായക്കാരനായിരുന്നു. എന്നാൽ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരിൽ മറ്റൊരു വലിയ വിഭാഗം അവർ അല്ല, മുശ്രിക്കുകളോടും വേണമെങ്കിൽ ആ നിലപാട് സ്വീകരിക്കാം, നിങ്ങളുടെ ദീനിൽ തുടർന്നോളൂ, പക്ഷേ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവർക്കുള്ള ജിസിയ നൽകിയിരിക്കണം എന്ന നിലപാട് ഭരണാധികാരിക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞത് കാണാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ അഭിപ്രായമാണ് ശരിവെച്ചത്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജൂസികളോട് ജിസിയ വാങ്ങാൻ അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു മജൂസികളോട് വാങ്ങാമെങ്കിൽ മുശ്രിക്കുകളോട് എന്തും വാങ്ങാം, കാരണം ഈ കൂട്ടരുടെ കുഫറും ശിർക്കും അതിനേക്കാൾ വലുതാണ്. മജൂസികളുടെ കുഫറും തീനെ ആരാധിക്കുന്ന അഗ്നി ആരാധിക്കുന്ന ആളുകളുടെ ശിർക്കും കുഫറും സാധാരണ മുശ്രിക്കുകളെക്കാളും കടുത്തതാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ വിവരിച്ചത് കാണാം. ഞാൻ പറഞ്ഞു വന്നത് ആ മജൂസികളെയും മുശ്രിക്കുകളെയും ഈ ആയത്തിൽ പറഞ്ഞില്ല. യാത്തിൽ പറഞ്ഞില്ല എന്നത് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട്? കാരണം അവരെക്കുറിച്ച് കൂടി പറഞ്ഞ മറ്റൊരായത്തുണ്ട് സൂറത്തുൽ ഹജ്ജിൽ. സൂറത്തുൽ ഹജ്ജിൽ ആ ആയത്ത് എങ്ങനെയാണ്? നിങ്ങൾ നോക്കൂ, ആയത്ത് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈന വന്നസാറ വൽമജൂസ വല്ലദീന അശ്റകൂ. ആരെയൊക്കെ പറഞ്ഞു? സൂറത്തുൽ ഹജ്ജിൽ 17-ാമത്തെ ആയത്താണ്. മുഅ്മിനുകളും യഹൂദികളും നസ്രാനികളും സാബികളും മജൂസികളും മുശ്രിക്കുകളും. പക്ഷേ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുലും പരലോകത്തിലും വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്താൽ രക്ഷപ്പെടുന്നല്ല ആയത്തിലുള്ളത്. അങ്ങനെയല്ല ആയത്തിലുള്ളത്. അവരെ കൂടി പറഞ്ഞപ്പോൾ ആയത്തിൽ വന്നത് നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. അള്ളാഹു ഈ സകല കൂട്ടർക്കും ഇടയിലും പരലോകത്ത് തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ആര് രക്ഷപ്പെടും ആര് രക്ഷപ്പെടില്ല എന്ന് അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു ഏത് കാര്യത്തിനും സാക്ഷിയാണ്. ഇത് വ്യക്തമായ തെളിവാണ്. എന്ത്? ഈ ആയത്തിൽ ഉദ്ദേശം ആരാണ്? യഹൂദി ആയിക്കോട്ടെ നസ്രാനി ആയിക്കോട്ടെ ഓരോരുത്തരും അവനവൻ്റെ ദീനിൽ ജീവിക്കുക, അള്ളാഹുലും പരലോകത്തിൽ വിശ്വസിക്കുക, രക്ഷപ്പെടും എന്നല്ല എന്നത് ഇതിനുള്ള വ്യക്തമായ തെളിവാണ്. ഈ 2 ആയത്തുകൾ വെച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇവിടെ ഉദ്ദേശം പഴയകാല ഉമ്മത്തുകളാണ്. അവർക്ക് കിതാബ് നൽകപ്പെട്ടു, ആ കിതാബിൽ ഉള്ളതനുസരിച്ച് അവർ ജീവിച്ചു എങ്കിൽ അവർ രക്ഷപ്പെടും. അടുത്ത നബിയിൽ അള്ളാഹു അയച്ച മുഴുവൻ നബിമാരിലും അവർ വിശ്വസിച്ചിരിക്കണം എന്ന നിബന്ധന അവർ പാലിച്ചുവെങ്കിൽ മാത്രം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിന് ശേഷം ആ നബി കൊണ്ടുവന്ന ദീനിൽ വിശ്വസിക്കാത്തവൻ കാഫറാണ്. അവൻ ചെയ്യുന്ന ഒരു സൽക്കർമ്മവും അള്ളാഹുവിൽ അവന് പ്രയോജനപ്പെടുകയില്ല. മറിച്ച് അവൻ ഏത് അവസ്ഥയിലാണ് പെടുക? അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻഥൂറ. അവർ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് നാം ചെല്ലും, എന്നിട്ട് അത് നാം പാറിപ്പോയ ധൂളികൾ കണക്കാക്കി തീർക്കും, പ്രയോജനപ്പെടുകയില്ല. അവരുടെ പ്രവർത്തനങ്ങൾ തകർന്നു പോയിരിക്കുന്നു, പ്രവർത്തനങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു, പ്രയോജനപ്പെടുകയില്ല. ആ അവസ്ഥയിലാണ് അവർ ഉൾപ്പെടുക, എന്ത് സൽക്കർമ്മം അവൻ ചെയ്താലും. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു ജുദാനെ കുറിച്ച്. ഇബ്നു ജുദാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട പഴയകാലത്ത് ജീവിച്ച ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത, ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത ആ മനുഷ്യനായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, നബിയെ ഇബ്നു ജുദാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഫഹൽ ദാക നാഫിഉ, നബിയെ ഇബ്നു ജുദാൻ അത് പ്രയോജനപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. അവന് പ്രയോജനപ്പെടുകയില്ല. അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ റബ്ബേ എനിക്ക് നീ പരലോകത്ത് പുറത്തു നൽകണമേ എന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചില്ലേ, അവൻ്റെ അവസ്ഥ ഈ അവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കണം. നബിയോട് അള്ളാഹു പറഞ്ഞു, ഖുൽ, പറയൂ നബിയെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ,
ഞാൻ നിങ്ങൾ മുഴുവൻ പേരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ്. മുഴുവൻ പേരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ്. ഞാൻ ഈ പറഞ്ഞതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം എന്ന് നമുക്ക് മനോഹരമായി മുൻഗാമികൾ അവരുടെ തഫ്സീറുകളിൽ, അതുപോലെ പ്രസിദ്ധരായ മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകൾ വിശദീകരിച്ചത് കാണാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, لما بين الله تعالى حال من خالف أوامره وارتكب زواجره وتعدى في فعل ما لا إذن فيه وانتهك المحارم وما أحل بهم من النكال نبه تعالى على أن من أحسن من الأمم السالفة وأطاع فإن له الجزاء الحسنى. الله പഴയകാല പിഴച്ച വിഭാഗങ്ങൾ ചെയ്തത്, അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചത്, അള്ളാഹു വിലക്കിയത് ചെയ്തത്, അനുവാദമില്ലാത്തത് പലതും പ്രവർത്തിച്ചത്, അള്ളാഹു പവിത്രമാക്കിയത് പിച്ചു ചീന്തിയത്, ഇതൊക്കെ പറഞ്ഞു. അവർക്ക് കിട്ടിയ ശിക്ഷയും പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക, കസീർ പറയുകയാണ്, നബ്ബഹ തആല അലാ മൻ അന്ന മൻ അഹ്സന മിനൽ ഉമമി സാലിഫ, പഴയ സമുദായങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ അനുസരിച്ചത്, പഴയ സമുദായങ്ങളിൽ വഅതാഅ, അവർ അനുസരണം പ്രവർത്തിച്ചത്, ഫഇന്ന ലഹുൽ ജസാഅൽ ഹുസ്ന, അവന് ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്. വകദാലികൽ അംറു ഇലാ ഖിയാമിസ് സാഅ, അതുപോലെ തന്നെയാണ് അന്ത്യനാൾ വരെയുള്ള കാര്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ, കുല്ലു മൻ ഇത്തബഅ റസൂല നബിയ്യൽ ഉമ്മിയ ഫലഹു സഅദത്തുൽ അബദിയ്യ, ഈ ഉമ്മിയായ റസൂൽ നിരക്ഷരരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് പിൻപറ്റിയോ അവന് ശാശ്വത സൗഭാഗ്യമാണ്. വലാ ഖൗഫുൻ അലൈഹിം, അവർ പേടിക്കേണ്ടതില്ല, ഫീമാ യസ്തഖ്ബിലൂന, വരാനിരിക്കുന്ന കാര്യത്തെ ഓർത്ത് പേടിക്കേണ്ടതില്ല. വലാ ഹും യഹ്സനൂന അലാ മാ യത്റുകൂനഹു വയുഖല്ലിഫൂന, പിന്നിലേക്ക് വിട്ടതിനെ കുറിച്ച് അവർ ദുഃഖിക്കേണ്ടതുമില്ല. ഖൗഫും വേണ്ട, ഹുസ്നും വേണ്ട. എന്തുകൊണ്ടാണത്? പരലോകത്തെത്തിയാൽ നമ്മൾ ദുനിയാവിൽ തന്നെ ഒരു പരിചിതമല്ലാത്ത നാട്ടിലെത്തിയാൽ രണ്ട് വികാരങ്ങളായിരിക്കും ഒരാളെ പിടികൂടുക. ഒന്ന്, ഈ എത്തിച്ചേർന്ന സ്ഥലത്ത് എന്താണ് സ്ഥിതി എന്ന പേടിയായിരിക്കും. രണ്ടാമത്, അയാൾ വിട്ടേച്ചു വന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള ദുഃഖമായിരിക്കും. ഇതാണ് പരലോകത്ത് വേണ്ടതില്ല എന്ന് മുഅ്മിനുകൾക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനം. അപ്പോൾ നോക്കൂ, ഇത് ഇങ്ങനെ പഴയ നബിമാരിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ചാണ്. എന്നിട്ട് ഇബ്നു കസീർ തുടർന്ന് പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു, അതിനുശേഷം ഉമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ എന്ന ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം അല്ലാത്ത ദീൻ ആരെങ്കിലും തേടിയാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നത്. എന്നിട്ട് നോക്കൂ, ഇബ്നു അബ്ബാസ് പറഞ്ഞതിനെ കുറിച്ച് ഇബ്നു കസീർ പറയുകയാണ്, ഫഇന്ന ഹാദാ അല്ലദീ ഖാലഹു ഇബ്നു അബ്ബാസ് ഇഖ്ബാറുൻ അൻ أنه لا يقبل من أحد طريقة ولا عملا إلا ما كان موافقا لشريعة محمد صلى الله عليه وسلم. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനോട് യോജിച്ചത് ചെയ്താലല്ലാതെ ഒരാളുടെ ഒരു തരീഖത്തും ഒരു ജീവിത നിലപാടും ഒരു പ്രത്യയശാസ്ത്രവും അള്ളാഹു സ്വീകരിക്കുകയില്ല. ബഅദ അൻ ബഅസഹു അല്ലാഹു ബിമാ ബഅസഹു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതിന് ശേഷം, നബിയെ നിയോഗിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗശേഷം പിന്നെ വേറൊരു മാർഗം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഫഅമ്മാ ഖബ്ല ദാലിക്, എന്നാൽ നബിയുടെ നിയോഗത്തിന് മുമ്പുള്ള കാലത്തോ, ഫകുല്ലു മൻ ഇത്തബഅ റസൂല ഫി സമാനിഹി, ആ കാലത്തെ നബി ആരോ, ആ നബിയിൽ ആര് വിശ്വസിച്ചു, ആ നബിയെ പിൻപറ്റിയോ, ഫഹുവ അലാ ഹുദൻ വസബീലിൻ വനജാത്ത്, അവൻ സന്മാർഗത്തിലാണ്, അവൻ വിജയത്തിൻ്റെ വഴിയിലാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, ഫൽ യഹൂദു അത്ബഅു മൂസ, യഹൂദികൾ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? മൂസ അലൈഹിസ്സലാമിൻ്റെ അനുയായികളെ കുറിച്ചാണ്. അലൈഹിസ്സലാം അല്ലദീന കാനൂ യതഹാകമൂന ഇല തൗറാത്തി ഫീ സമാനിഹി, അവരുടെ കാലത്ത് തൗറാത്ത് അനുസരിച്ച് വിധി കൽപ്പിച്ചിരുന്ന ആളുകളെ കുറിച്ച്, പ്രശ്നം വന്നാൽ അതിലേക്ക് മടങ്ങുന്നവരെ കുറിച്ച്. എന്നിട്ട് ശേഷം അദ്ദേഹം പറഞ്ഞു, ഫലമ്മ ബുഇസ ഈസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടപ്പോൾ, വജബ അലാ ബനി ഇസ്രായീല ഇത്തിബാഉഹു വൽഇൻഖിയാദു ലഹു, ഈസാ നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടപ്പോൾ ഇസ്രായേലർക്ക് മുഴുവൻ നിർബന്ധമായി ഈസാ നബിയെ പിൻപറ്റുക, ഈസാ അലൈഹിസ്സലാമിൻ്റെ കൽപ്പന അനുസരിക്കുക. ഫഅസ്ഹാബുഹു വഅഹ്ലു ദീനിഹി ഹുമുൻ നസാറ, യാത്തിൽ പറഞ്ഞ നസറാനികളാണ് ഈസാ നബിയെ പിൻപറ്റിയവരും ഈസാ നബിയുടെ ദീനിലുണ്ടായിരുന്നവരും. ശേഷം ഇബ്നു കസീർ പറയുകയാണ്, ഫലമ്മാ ബഅസല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചപ്പോൾ, ഖാതമൻ ലിന്നബിയീൻ, നബിമാരിൽ അന്തിമ നബിയായിക്കൊണ്ട്, വറസൂലൻ ഇലാ ബനി ആദമ അലൽ ഇത്ലാഖ്, മുഴുവൻ ആദം സന്തതികൾക്കുമേലുമുള്ള റസൂലായി നിയോഗിച്ചപ്പോൾ, വജബ അലൈഹിം തസ്ദീഖുഹു ഫീമാ അഖ്ബർ,
പഴയ ദീനിലുണ്ടായിരുന്ന ഈസാ നബിയുടെ ദീനിലുണ്ടായിരുന്നവർ, അവരാണ് അവസാനത്തെ ആളുകൾ. അവരുടെ മേൽ വാജിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കൽ, വതാഅതുഹു ഫീമാ അമർ, നബി കൽപ്പിച്ചത് മുഴുവൻ അനുസരിക്കൽ, വലിൻകിഫാഫു അമ്മാ അൻഹു അമ്മാ നഹാ അൻഹു വസജർ ഔ അമ്മാ അൻഹു സജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യം അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കൽ. വഹഉലാഇ ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഇവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. എങ്കിലേ ഈമാൻ ശരിയാവും. എന്നിട്ടോ പിന്നെന്തുകൊണ്ടാണ് ഈ ആയത്തിൽ നോക്കൂ, ആദ്യം ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവരെന്ന് പറഞ്ഞത് അതാരെക്കുറിച്ച്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ചാണ്. നമ്മെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ വിശേഷണമാണ് മുഅ്മിനുകൾ എന്നത്. എന്തുകൊണ്ട്? ഈ ഉമ്മത്ത് അവർ കഴിഞ്ഞ മുഴുവൻ ഉമ്മത്തുകളെ വെച്ച് നോക്കിയാൽ ഏറ്റവും ശക്തമായ ഈമാനുള്ളവരാണ്. ഇബ്നു കസീർ പറയുന്നു, വസുമ്മിയത് ഉമ്മത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീൻ ലികസറതി ഈമാനിഹിം വശിദ്ദതി ഈഖാനിഹിം, അവരുടെ ഈമാൻ അത്രയും ബൃഹത്തായ ഈമാനാണ്, ശക്തമായ വിശ്വാസമാണ്. വലിഅന്നഹും യുഅ്മിനൂന ബിജമീഇൽ അംബിയാഇൽ മാദിയ വൽ ഗുയൂബിൽ ആതിയ, മുഴുവൻ കഴിഞ്ഞ മുഴുവൻ നബിമാരിലും വിശ്വസിക്കുന്നവരാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. വരാനിരിക്കുന്ന എല്ലാ ഗൈബുകളിലും വിശ്വസിക്കുന്നവരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി ഈ ആയത്തിൽ പറഞ്ഞത് സാബികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അവർ ആരാണ് എന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു വിഭാഗമായിരുന്നു എന്നും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു എന്നും മറ്റ് ദീനിൻ്റെ കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞിരുന്നില്ല എന്നുമെല്ലാം മുൻഗാമികളുടെ ഒരുപാട് പേർ, വഹബുൽ മുനബ്ബിഹ്, അതുപോലെ ഇമാം മുജാഹിദ് എന്നിവരെല്ലാം അഭിപ്രായപ്പെട്ടത് കാണാം. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽ വളരെ പ്രമുഖനാണ്. മുജാഹിദ് ബിൻ ജബർ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, ഞാൻ ഖുർആൻ മുഴുവൻ ഓരോ ആയത്തും ഇബ്നു അബ്ബാസിന് ഓതി കൊടുത്തു, ഓരോ ആയത്തും. എന്നിട്ട് ഓരോ ആയത്തും ഓതി ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിക്കും ആയത്തിനെ കുറിച്ച്, ഈ ആയത്ത് എന്ത് കാര്യത്തിനാണ് അവതരിച്ചത്, ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഖുർആൻ അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കിയ താബിഈയാണ് ആര്? മുജാഹിദ് ബിൻ ജബർ. ഒന്നിലധികം തവണ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ ഖുർആൻ പഠിച്ച താബിഈയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ മുജാഹിദിൻ്റെ തഫ്സീർ, ഒരായത്തിന് മുജാഹിദ് റഹിമഹുല്ലാഹ് എന്ത് തഫ്സീർ പറഞ്ഞു, ആ തഫ്സീർ വലിയ പ്രാധാന്യത്തോടെ ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഖുർആനിൻ്റെ തഫ്സീർ ഉദ്ധരിക്കുമ്പോൾ ഏറ്റവും അധികം ഉദ്ധരിക്കുക ആരുടെ തഫ്സീറാണ്? ഇമാം മുജാഹിദിൻ്റെ തഫ്സീർ. അദ്ദേഹം താബിഈയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാഹ്. അപ്പോൾ മുജാഹിദ് അദ്ദേഹത്തിൻ്റെ ഒക്കെ അഭിപ്രായം ഇതാണ്, അവർ അന്നഹും ഖൗമുൻ ലൈസു അലാ ദീനിൽ യഹൂദി വല നസാറ വല മജൂസ് വല മുശ്രിക്കീൻ, യഹൂദികളിലോ നസറാനികളിലോ മജൂസികളിലോ മുശ്രിക്കുകളിലോ ഒന്നും പെട്ടവരായിരുന്നില്ല സഹാബികൾ. വഇന്നമാ ഹും ഖൗമുൻ ബാഖൂന അലാ ഫിത്രതിഹിം, അവരവരുടെ ഫിത്രത്തിൽ ജീവിച്ചവരായിരുന്നു. വല ദീനുൻ മുഖററുൻ ലഹു യത്ബഊനഹു വയഖ്തഫൂനഹു, എന്തെങ്കിലും ഒരു ശരീഅത്ത്, ഒരു മതസംഹിത അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആണത്ര മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ വിളിച്ചത് സഹാബികൾ എന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, കാരണം മുസ്ലിമീങ്ങൾക്ക് മുന്നേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിവർ പറഞ്ഞിരുന്നു, എന്നാൽ വേറെ കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് സഹാബികൾ എന്നവരെ മുസ്ലിമീങ്ങളെ മക്ക മുശ്രിക്കുകൾ വിളിച്ചിരുന്നു. സാബിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സാബി എന്ന് വിളിച്ചിരുന്നു. അതുപോലെ സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു മുസ്ലിമായ, അദ്ദേഹം ഒരു നാട്ടിൻ്റെ ഭരണാധികാരിയായിരുന്നു. മുസ്ലിമായി മക്ക മുശ്രിക്കുകളുടെ അടുത്ത് ചെന്നപ്പോൾ അവർ ചോദിച്ചു, സബഅത, നീ സാബി ആയോ? അപ്പോൾ സുമാമത്ത് ഇബ്നു ഉസാൽ പറഞ്ഞു, ഞാൻ സാബി ആയിട്ടില്ല, ലാകിന്നി അസ്ലംതു, ഞാൻ മുസ്ലിമായിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം ഹദീസുകളിലും മറ്റും വന്നത് കാണാം. ചുരുക്കി പറഞ്ഞാൽ ആയത്തിൻ്റെ തഫ്സീർ ഇങ്ങനെയാണ്. അതായത് പഴയകാല ഉമ്മത്തുകളിൽപ്പെട്ട അവരുടെ നബിയിൽ വിശ്വസിച്ച് ആ ദീനിൽ ഒരാൾ ജീവിച്ചു മരിച്ചാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് പിഴച്ച ആളുകൾ ആ ദീനിലുണ്ടായിരുന്നു എന്നതുകൊണ്ട് അവരെ ശിക്ഷിക്കുകയില്ല. അവർ മുൻഗാമികളോ പിൻഗാമികളോ പിഴച്ചവരുണ്ട് എന്നതുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കുകയില്ല. മറിച്ച് അവരുടെ ഈമാനും അവരുടെ സാലിഹായ അമലുമാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ പരിഗണിക്കുക. ഒരു വംശത്തിൽ ജനിച്ചുപോയി എന്നത് ഒരാളുടെ കുറ്റമല്ല, അത് അവൻ്റെ കുറ്റമല്ല. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, അത് കഴിഞ്ഞു പോയൊരു സമുദായം. പഴയ ആളുകളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും, അവർക്ക് അവർ ചെയ്തു കൂട്ടിയത്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൂട്ടിയത്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിനെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ
അയാളുടെ പൂർവ്വപിതാക്കൾ ചെയ്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുകയില്ല. ശരിയാണ്, ദുനിയാവിൽ അതിൻ്റെ അസറുകൾ, അതിൻ്റെ ദുഷ്ഫലങ്ങൾ, തിന്മകളുടെ ദുഷ്ഫലങ്ങൾ ചുറ്റുമുള്ള ആളുകൾക്ക് ഉണ്ടാകും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കുടുംബത്തിൽ ഒരു വലിയ കുറ്റകൃത്യത്തിൽ ഒരു ക്രിമിനലായിപ്പോയ ഒരാൾ ഉണ്ടായെന്ന് സങ്കല്പിക്കാം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബത്തിന് മുഴുവൻ അതിൻ്റെ ചീത്തപ്പേരുണ്ടാവും. ആർക്കാണത് അറിയാത്തത്? അവരെല്ലാം അതിൻ്റെ കെടുതികൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അനുഭവിക്കേണ്ടി വരും. അത് തിന്മകളുടെ മോശം അനന്തരഫലങ്ങളുടെ ഭാഗമാണ്. നന്മകളും അങ്ങനെ തന്നെയാണ്. ഒരു കുടുംബത്തിൽ വളരെ നല്ലൊരു മനുഷ്യനുണ്ട് എന്ന് സങ്കല്പിക്കാം, നന്മയിൽ അത്രയും അറിയപ്പെട്ട ഒരാൾ. ആ കുടുംബത്തിൽ ഒന്നറിയാത്തൊരു ചെറിയ കുട്ടിയോട് വരെ ആ നന്മകൾ അറിയുന്ന ഒരാൾക്കൊരു ബഹുമാനവും സ്നേഹവും ഉണ്ടാവും. നന്മകളുടെ സൽഫലങ്ങളിൽപ്പെട്ടതാണത്. സലഫുകൾ പലരും പറഞ്ഞതുപോലെ, അള്ളാഹു നീ ചെയ്ത നന്മക്ക് ചിലപ്പോൾ നിൻ്റെ 7 തലമുറയിൽ ഖൈറും ബറക്കത്തും നൽകിയേക്കും. ഒരാൾ ചെയ്യുന്ന നന്മയുടെ കാരണത്താൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകൾക്ക് വേണ്ടി ദുആ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ, അല്ലാഹു അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. വലി അബ്നായിൽ അൻസാർ, അൻസാറുകളുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. വലി അബ്നായിൽ അൻസാർ, അൻസാറുകളുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു, അന്ത്യനാൾ വരെയുള്ള അൻസാറുകൾക്ക് ഇത് ബാധകമാണ് എന്ന്. അൻസാറുകളുടെ പരമ്പരകൾക്ക് ഈ മഗ്ഫിറത്തിൻ്റെ ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ബാധകമാണ് എന്നത്. മഗ്ഫിറത്തിന് യോജിച്ച രൂപത്തിനാണോ ജീവിച്ചത്, മുസ്ലിമാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അവർക്ക് ബാധകമാണ്. മുൻഗാമികളുടെ ഖൈർ അവർക്ക് കിട്ടിയത് നോക്കൂ. സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ 2 യതീമുകളുടെ കഥ? അവരുടെ വീഴാറായ ഒരു ചുമര്, ഒരു മതിൽ മൂസാ നബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും കൂടി കെട്ടിക്കൊടുത്തു. ഖദർ അത് തൻ്റെ വിരൽ കൊണ്ടൊന്ന് തൊട്ടേ ഉള്ളൂ, അപ്പോൾ അത് നേരെയായി എന്നാണ് തഫ്സീറുകളിലുള്ളത്. അവർ അത് കെട്ടിക്കൊടുത്തു എന്ന് ഖുർആനിൽ കാണാം. എന്തിനായിരുന്നു അത്? മൂസാ അലൈഹിസ്സലാം ചോദിച്ചു, ഈ നാട്ടുകാർ നമ്മൾ വന്നിട്ട് ഒരു നിലക്കും പരിഗണിക്കാത്ത, ഭക്ഷണമോ ഒരു ആതിഥ്യമോ അരുളാത്ത ഈ നാട്ടുകാർക്ക് എന്തിനാണ് ചെയ്തു കൊടുത്തത്? ഇതിനൊരു പ്രതിഫലം വാങ്ങിയിരുന്നെങ്കിൽ എന്ന് മൂസാ അലൈഹിസ്സലാം ചോദിച്ചു. ഖദർ പറഞ്ഞു, അല്ല, ഇത് വമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമ. അത് 2 യതീമുകളുടേതായിരുന്നു, ഈ പട്ടണത്തിലെ 2 യതീമുകളുടെ. അതിനടിയിൽ ഒരു നിധിയുണ്ട്, അവർക്ക് പിന്നെ കിട്ടും. അത് ചുമരിടിഞ്ഞു വീണാൽ അത് അവർക്ക് കിട്ടിയേക്കില്ല. എന്നിട്ട് അതുകൊണ്ടാണ് ഞാനത് കിട്ടിക്കൊടുത്തത്. എന്നിട്ട് കാരണം എന്താണ് പറഞ്ഞത്? വകാന അബൂഹുമാ സാലിഹ, ആ 2 പേരുടെ പിതാവ് സാലിഹ ഒരു മനുഷ്യനായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവരുടെ സലാഹിനെ കുറിച്ചല്ല പറഞ്ഞത്, അവരുടെ പിതാവിൻ്റെ. തഫ്സീറുകൾ കാണാം അതവരുടെ നേരെ പിതാവായിരുന്നില്ല, മറിച്ച് തലമുറയിലൊരു പിതാവായിരുന്നു. അല്ലാഹു അക്ബർ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, നന്മകൾ ചെയ്യുമ്പോൾ മക്കളെ ഓർക്കുക, കുറേ അത് ചെയ്യാൻ അത് സഹായിക്കും. തിന്മകൾ ചെയ്യാൻ തോന്നുമ്പോഴും അവനവൻ്റെ മക്കളെ ആലോചിക്കുക, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് സഹായിച്ചേക്കും. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഹലാലായ ഏത് വഴിയും നിനക്ക് സ്വീകരിക്കുക, അത് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് മക്കൾക്ക് വേണ്ടി ഞാനത് ഉപേക്ഷിച്ചതായി പോകും, അങ്ങനത്തെ വിശ്വാസമൊന്നും ആവശ്യമില്ല. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നിനക്ക് എന്താണോ പ്രേരകമാകുന്നത് അത് പിടിച്ചേക്കുക, തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് കാര്യം. എന്തോർത്തിട്ടായാലും. കാരണം അതിൽ നിന്ന് മാറി നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും മാറി നിൽക്കാൻ തൗഫീഖ് ചെയ്തേക്കും. കാരണം അതിൽ അകപ്പെടുക എന്നുള്ളത് വലിയ മുസീബത്താണ്. അതുകൊണ്ട് ഹലാലായ ദീനോട് യോജിക്കുന്ന ഏത് ചിന്തയാണോ നിന്നെ തിന്മയിൽ തടുത്തു നിർത്തുന്നത് അത് മുറുകെ പിടിച്ചേക്കും. പണ്ഡിതന്മാരത് പറഞ്ഞത് കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിനരികിലെത്തിയാൽ, ഖബറുകൾ കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു, താടി രോമങ്ങൾ നനയുമായിരുന്നു. ആളുകൾ ചോദിക്കും, സ്വർഗവും നരകമൊക്കെ പറയപ്പെട്ടെങ്കിൽ ഇങ്ങനെ കരയാറില്ലല്ലോ. സ്വർഗവും നരകവും അതാണ് ആദം, ബർസഖിനേക്കാൾ വലുത്, ബർസഖിലെ സുഖത്തേക്കാൾ വലുത് സ്വർഗത്തിലെ സുഖമാണ്, യാതൊരു സംശയമില്ല. ബർസഖിലെ ഖബറിലെ ശിക്ഷയേക്കാൾ വലുത് നരകത്തിലെ ശിക്ഷയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അത് പറയുമ്പോൾ നിങ്ങൾ കരയാറില്ലല്ലോ. ഖബറുകൾ കണ്ടാലാണ് നിങ്ങൾ കരയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഖബർ എന്ന് പറഞ്ഞാൽ ഔവലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ, പരലോകത്തെ ഇടത്താവളങ്ങളിൽ, പരലോക യാത്രക്കുള്ള ഇടത്താവളങ്ങളിൽ ഇറങ്ങാനുള്ള ഇടങ്ങളിൽ ഒന്നാമത്തെ മൻസിൽ ഖബറാണ്. അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ ബാക്കി അങ്ങോട്ട് രക്ഷപ്പെടും.
അവിടെ ഒരുവൻ്റെ കാര്യം മോശമാണെങ്കിൽ ബാക്കി അങ്ങോട്ട് അതിനേക്കാൾ മോശമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഏതെല്ലാം ഭീകരമായ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ അതിനേക്കാളെല്ലാം ഭീകരമാണ് ഖബർ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് താടി നനയുമാറ് കരയുമായിരുന്നു ഖബർ കണ്ടാൽ. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് എന്തിനെ കുറിച്ച് ചിന്തിച്ചാലാണോ അവനത് കൂടുതൽ ചിന്തിക്കട്ടെ, അത് കൂടുതൽ വായിക്കട്ടെ, കൂടുതൽ കേൾക്കട്ടെ. സ്വർഗത്തെക്കുറിച്ചാണെങ്കിൽ അത്, നരകത്തെക്കുറിച്ചാണെങ്കിൽ അത്, ഖബറിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ. ഇനി അതിനേക്കാളെല്ലാം വലുത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. അതാണ് ഏറ്റവും ഒരാളെ നന്നാക്കുന്ന കാര്യം. ശരി, അപ്പോൾ നോക്കൂ, മക്കൾ അവരുടെ കാര്യം അവർക്ക് ഈ സലാഹ് അവരുടെ മുൻഗാമികളുടെ ഖൈർ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് തിന്മയുടെ നന്മയുടെ അഥറുകളിൽപ്പെട്ടതാണ്. പക്ഷേ പരലോകത്ത് മറ്റൊരാളുടെയും തിന്മയുടെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുകയില്ല, ഒരാൾ മറ്റൊരാളുടെ തിന്മയുടെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പഴച്ച സമുദായങ്ങളുടെ കൂട്ടത്തിലായിരുന്നു എന്നതുകൊണ്ട് അവർക്ക് ഈമാനും സാലിഹായ അമലും ഉള്ളതുകൊണ്ട് രക്ഷപ്പെടാൻ, അത് ഈ പഴച്ച സമുദായങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചു എന്നതുകൊണ്ട് അവർക്ക് തടസ്സമല്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, വ്യാപകമായി ഇന്ന് ഇതിനെതിരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില പിശാചുക്കൾ. ഖുർആൻ അതിന് തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഒരു മുസ്തഫ മൗലവി എന്നു പേരുള്ള ഒരാൾ ചാനലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ പറയാം, എന്തും അയാളെ സംബന്ധിച്ചിടത്തോളം ഹലാൽ, ദീനിൽ ഹറാം എന്നൊരു സംഗതി തന്നെ ഇല്ല. അതുപോലെ ഏത് മതത്തിലും വിശ്വസിക്കാം, ഒരു കുഴപ്പവുമില്ല. അതുപോലെ സഹാബത്തിനെ ചീത്ത വിളിക്കുക, റാഫിദികളെ മഹത്വവൽക്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് നിങ്ങൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ചില പഴച്ച വഴികേടിൻ്റെ ആളുകൾ എത്രമാത്രം വലിയ അപകടമാണ് ഈ ഉമ്മത്തിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ മുസ്ലിമീങ്ങൾ ഒരുപാട് പേർ കാണുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനിൽ മുഹമ്മദ് എന്നു പേരുള്ള ഒരാളുണ്ടല്ലോ. ഇയാൾ കുറേ മുന്നേ ഈ മനുഷ്യനെ മുസ്തഫ മൗലവി എന്ന് പറയുന്ന തനി കുഫർ പ്രചരിപ്പിക്കുന്നത്, ഒരിക്കലും അയാൾ ഇസ്ലാമിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. ഏത് ദീനും ശരിയാണെന്നാണ് അയാൾ പറയുന്നത്. ഏത് ദീനിൽ വിശ്വസിച്ചാലും യാതൊരു കുഴപ്പവുമില്ല. അതിനുവേണ്ടി തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഈ മനുഷ്യനെ കൊണ്ടുവന്ന് കുറച്ച് മുമ്പ് ഈ ആൾ ചാനലിൽ ഇരുത്തി ആളെ കൊണ്ട് ദീൻ സംസാരിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ചാനലിൽ കൊണ്ടുവന്നിട്ട് ദീൻ സംസാരിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം എത്രയായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ആരാണ് പറയുന്നത്? ഈ ആളാണ് പറയുന്നത്. ഈ തനിച്ച് കുഫർ പ്രചരിപ്പിക്കുന്നയാൾ ഏത് ദീനിലും വിശ്വസിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല. ഒരുത്തൻ സന്യാസിയോ അല്ലെങ്കിൽ പാതിരിയോ അല്ലെങ്കിൽ ഒരു മൗലവിയോ ആരായാലും കുഴപ്പമില്ല, പരലോകത്ത് രക്ഷപ്പെടും എന്ന തനി കുഫർ, അള്ളാഹുവിൻ്റെ കിതാബുകളെ മുഴുവൻ ബാത്തിലാക്കി കളയുന്ന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ ബാത്തിലാക്കി കളയുന്ന വാദമാണത്. അല്ലേ? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കഷ്ടപ്പെട്ടത്? മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് പുറത്താക്കപ്പെട്ടത്? ബദറും ഉഹദും ഖന്തഖും ഖൈബറും ഒക്കെ ഉണ്ടായത് എന്തിനാണ്? എല്ലാ ദീനും സത്യമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് മുഴുവൻ, സഹാബത്തിൻ്റെ പോരാട്ടത്തെ മുഴുവൻ, ഈ ഉമ്മത്തിൻ്റെ ത്യാഗം മുഴുവൻ ബാത്തിലാക്കി കളയുന്ന വാദം. എന്നിട്ട് ഈ പറഞ്ഞ ഈ മുസ്തഫ മൗലവിയെ, ഞാൻ നേരത്തെ പറഞ്ഞ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് അയാളെ ബഹുമാനിച്ച് വലിയ പണ്ഡിതനാക്കി കൊണ്ടുവന്നത് കാണാം. അതേസമയം ഇതേ ആൾ നമ്മളെന്തെങ്കിലും റാഫിദികൾ, ഷീഇകൾ ഇസ്ലാമിനൊരു ഉപകാരം ചെയ്യാത്തവനാണ്, അവരുടെ നാടകങ്ങൾ മുസ്ലിമീങ്ങൾ വഞ്ചിതരാകരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ ജൂതനാക്കും. എന്നിട്ട് ജൂതനോ നസ്രാനിയോ ആരാകട്ടെ പരലോകത്ത് രക്ഷപ്പെടുന്നു എന്ന് പറയുന്നവനെ കൊണ്ടുവന്നിരുത്തി ബഹുമാനിക്കുകയും ചെയ്യും. ഇത്തരം ആളുകളുടെ തനി നിറവും ഇവർ ഉമ്മത്തിനുണ്ടാക്കി വെക്കുന്ന അപകടം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എല്ലാ വിഷയത്തിലും കയറി സംസാരിക്കുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ സംഘപരിവാറിനെ എതിർക്കുന്നു എന്നതുകൊണ്ടോ ഒരാൾ ഹക്കിൻ്റെ ആളുകളാവുകയില്ല. അത്തരം ആളുകൾ നമ്മൾ ദീൻ പഠിക്കുകയോ മനസ്സിലാക്കിയോ ചെയ്യാൻ പാടില്ല. അവരതിന് അർഹരല്ല. ഈ ദീനിന് അതിൻ്റെ വിലയുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, വലിയ മുസീബത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് കാണാം, വലിയ മുസീബത്തിൽപ്പെട്ട വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ് ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വലിയ ആളായിരിക്കും. ഉദാഹരണത്തിന് ഒരാളൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം, മറ്റേതെങ്കിലും വിഷയത്തിൽ വലിയൊരു മഹത്വമുള്ള ഒരാൾ. അങ്ങനെ ഉള്ളയാൾ ദീൻ സംസാരിക്കുമ്പോൾ ജനങ്ങൾ അയാൾ പറയുന്ന ദീനും ശരിയാണ് എന്ന് വിശ്വസിക്കുക എന്നത്, അയാളുടെ വാക്കൊക്കെ മഹത്വമുള്ളതായി കാണുക എന്നത് വലിയ മുസീബത്താണ്. കാരണം അയാൾ അതിൽ പഠിച്ച ആളായിരിക്കും, പക്ഷെ ദീനിലെ അയാൾക്ക് വിവരം ഉണ്ടാവുകയില്ല. ഇങ്ങനത്തെ ഒരു ആളുകൾ കാണാം, ഒരു ഡോക്ടറാണ്, ഈ ഡോക്ടർ പറയുന്നത് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ്
ദീനിൻ്റെ വിഷയമാണ്. ശരി, അയാൾ പഠിച്ച വിഷയമാണ് സംസാരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. നമ്മളാരെങ്കിലും ദീൻ പഠിച്ച ഒരാൾ, ഒരു മസ്ജിദിലെ ഇമാമോ ഒരു ഖത്തീബോ ഇങ്ങനെ മൈക്കിട്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് ജനങ്ങളുടെ ഈ ഒരു ആരോഗ്യം സംബന്ധിച്ച ഒരു MBBS പഠിച്ച ഒരാൾ പറയേണ്ട വിഷയം സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇവരാരെങ്കിലും അത് സമ്മതിക്കുമോ? അല്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അറിയാത്തത് സംസാരിക്കരുത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, അതിലൊരാൾ അറിയാത്തത് സംസാരിച്ച് അയാളുടെ വാക്ക് കേട്ട് ഒരാൾ അപകടത്തിൽപ്പെടുന്നതിനേക്കാൾ വലിയ അപകടമാണിത്. കാരണം ഇപ്പോൾ ദുനിയാവിൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിന് പരിഹാരമുണ്ട്, പരലോകത്തവനത് പാപമോചനമാണ്. പക്ഷെ ദീൻ നശിച്ചുപോയാലോ, ദീനിൽ വഴികേടിൽ അകപ്പെട്ടാലോ പരലോകമാണ് അവൻ്റേത് നഷ്ടപ്പെടുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ദുനിയാവിലെ വിജ്ഞാനീയങ്ങളിൽ വിവരമുള്ള അതിലൊരു മഹത്വമുള്ളയാൾ ദീനിൽ സംസാരിച്ചാലാണ്. ഇത്തരം ആളുകൾ ഒന്നിലൊരു മഹത്വമില്ലാത്ത ആളാണ്, ദീനും അറിയില്ല ദുനിയാവും തിരിഞ്ഞിട്ടില്ല, എന്നിട്ട് അവരാണ് ദീനിനെ കുറിച്ച് വലിയ വായിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ കൊണ്ടുവന്ന് ബഹുമാനിക്കുക, നേർക്ക് നേരെ ദീൻ പറയുന്ന ആളുകളെ പരിഹസിക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദീൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയും പാസ്സാക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ സുഹൃത്തെ എന്തിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പഠിക്കാത്തത് എന്തോ മഹത്വമായിട്ടാണ് ചില ആളുകളുടെ സംസാരം. നിങ്ങളൊക്കെ ദീൻ പഠിച്ച ആൾ, ഞാൻ പഠിച്ചിട്ടില്ല, എന്നെ അത് പഠിപ്പിക്കാൻ വരുന്നു. പഠിക്കാത്തത് എന്തോ മേന്മ. ദുനിയാവിൽ വേറൊരു വിഷയവും പഠിക്കാത്തത് മേന്മയല്ല ദീനൊഴികെ. ഇത്തരക്കാർക്ക് വേറെ ഏതെങ്കിലും വിഷയത്തിൽ അറിയില്ല എന്ന് പറയുന്നത് നാണക്കേടായിട്ടാണ് കാണുന്നത്. അത് ദീൻ അറിയില്ല എന്നത് വലിയ മഹത്വമായിട്ടാണ് പറയുന്നത്. കാരണം എന്തിനാണ്? അതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട്. വളഞ്ഞ വഴിക്ക് ദീൻ പഠിച്ചവരെ മോശമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദീൻ പഠിച്ചവരൊക്കെ അങ്ങനെ ഇങ്ങനെ, ശരിയാണ്, നീ കണ്ടവരൊക്കെ അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് കരുതണ്ട. നിങ്ങൾ കണ്ടവരങ്ങനെ ആയിരിക്കാം, പക്ഷെ എല്ലാവരെയും അങ്ങനെ കാണരുത്. അള്ളാഹുവിൻ്റെ ദീൻ അത് പഠിച്ചവർക്ക് പഠിക്കാത്തവരുടെ മുകളിൽ സ്ഥാനമുണ്ട്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെ ആകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ്. ഫഇന്നൽ അംബിയാ ലം യുവറിസു ദീനാറ വല ദിർഹമ, നബിമാർ വിട്ടേച്ചു പോയത് ദീനാറോ ദിർഹമോ അല്ല, വറസുൽ ഇൽം, അറിവാണ് നബിമാർ വിട്ടേച്ചു പോയ അനന്തര സ്വത്ത്. മൻ അഖദഹ അഖദ ബിനസീബിൻ വാഫിർ, അത് നേടിയെടുത്തവൻ മുന്തിയ ഓഹരിയാണ് നേടിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഇത്തരക്കാരെ ശ്രദ്ധിക്കണം. സർവമത സത്യവാദം എന്നത് ഇന്നൊരു നിസാരമായ കാര്യമായിരിക്കുന്നു. ദീൻ എനിക്ക് വലുതാണ് എന്ന് പറയുന്നത് എന്തോ വലിയ പോരായ്മയായിരിക്കുന്നു ഇന്ന്. നിങ്ങൾ നോക്കൂ, ഒരാൾ എല്ലാത്തിനും ദീൻ പരിഗണിക്കണം എന്ന് പറയുന്നത് ഒരെന്തോ തെറ്റായിട്ടാണ് ആളുകൾ കാണുന്നത്. മറിച്ച് മേന്മയായിട്ട് എന്താണ് പറയുക? ആളുകളുടെ നാവിൽ തന്നെ ഒരു നിസാരമായ വാക്കായി, അല്ലെങ്കിൽ എന്തോ ഒരു മഹത്വമുള്ള വാക്കായി വന്നിട്ടുണ്ട്, ഞാനതിൽ ജാതിയും മതമൊന്നും നോക്കിയില്ല എന്ന വാക്ക്, അല്ലേ? വളരെ എളുപ്പത്തിൽ ആളുകൾ പറഞ്ഞു പോകുന്നു, ഞാൻ അതിൽ ജാതിയും മതമൊന്നും നോക്കിയില്ല. ആ പ്രയോഗം തന്നെ ശരിയല്ല. ദീനിൻ്റെ കൂടെ ജാതിയെ കൂട്ടി ആളുകൾ ഉണ്ടാക്കി തീർത്ത് ജാതി, അതിനെ ദീനിൻ്റെ കൂടെ കൂട്ടുക ശരിയല്ല. ഇസ്ലാമിൻ്റെ കൂടെ കൂട്ടാൻ കൊള്ളുകയില്ല. ജാതി എന്നത് ആളുകൾ ഉണ്ടാക്കിയതാണ്. ആളുകളുടെ ജോലിക്കനുസരിച്ച് ഇന്ന ജോലി ചെയ്യുന്നവൻ ഇന്നയാൾ, ഇന്ന ജോലി ചെയ്യുന്നവൻ ഇന്നയാൾ, ഈ ജോലി ആണ് പിന്നീട് ജാതിയായി മാറിയത്. ഈ ജോലിയാണ് പിന്നെ ജാതിയായി മാറിയത്. ഇസ്ലാമിൽ അതില്ല. മുസ്ലിമീങ്ങളിൽ ചില വിവരദോഷികൾ ചില ജോലികൾ ചെയ്യുന്നവരെ, മുസ്ലിങ്ങളെ വരെ ഒരു രണ്ടാം കിടക്കാരായി കാണുന്നുണ്ടെങ്കിലും ദീനിൽ അത് ഒരിക്കലും ഇല്ല. ജാഹിലിയത്താണ്. അപ്പോൾ നോക്കൂ, ഇതിനെ രണ്ടിനും കൂട്ടിക്കെട്ടുക എന്നത് തന്നെ തെറ്റാണ്, ശരിയല്ല. ഇസ്ലാം അത് പരിഗണനീയമായ കാര്യമാണ്. എങ്ങനെയാണ് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂലാണെന്ന് വിശ്വസിക്കുന്നവനും അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കദ്ദാബാണെന്ന് വിശ്വസിക്കുന്നവനും എങ്ങനെയാണ് ഒരുപോലെ ആവുക? നിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ കളവായിരുന്നു. അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞത്, ഈ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു, അതൊക്കെ വെറും കളവായിരുന്നു, പൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും എങ്ങനെയാണ് ദീൻ പാലിക്കുന്ന ഒരാൾക്ക് ഒരുപോലെ ആവുക? നമുക്കൊരിക്കലും ഒരുപോലെയാണ്. നമ്മുടെ ദീൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്. അതുകൊണ്ട് ദീൻ പരിഗണനീയമായ വിഷയമാണ്. ദീൻ എല്ലാത്തിലും പരിഗണനീയമായ വിഷയമാണ്. ആ ദീൻ പരിഗണിക്കണം. എന്നിട്ട് പിന്നെ അതിൽ പരിഗണിക്കപ്പെടുക ആ ദീൻ മൊത്തത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിനുള്ളിൽ ആ ദീനിൻ്റെ മൂല്യങ്ങൾ പാലിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളാണ് ദീനിൽ പരിഗണിക്കപ്പെടുക. കേവലം ഒരാൾ ഇസ്ലാം അവകാശപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ മാത്രം അവന് ദീനിൻ്റെ ഒരു മൂല്യങ്ങളും പാലിക്കുന്നില്ല എങ്കിൽ അവന് വിലയില്ല. അവനുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്.
ദീനിൻ്റെ ഒരു ഷിആറും അവനില്ല, ഒരു ദീനിൻ്റെ ഒരു മൂല്യവും അവൻ പാലിക്കുന്നില്ല. അവന് വിലയുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ദീൻ മൊത്തത്തിൽ വിശ്വസിക്കുക, കുഫറായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, നേരം നിസ്കരിക്കുക, അവന് അള്ളാഹുവിൻ്റെ ദീന് വലിയ സ്ഥാനമുണ്ട്. ഇത് പറയാൻ നമ്മൾ ലജ്ജിക്കരുത്. ഇതിങ്ങനെ ലജ്ജിച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നീ മുസ്ലിമാണ് എന്ന് പറയാൻ തന്നെ ലജ്ജിക്കുന്ന അവസ്ഥ വരും. പാടില്ല. അഭിമാനത്തോടെ പറഞ്ഞു, ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞവർ, അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. അതുപോലെ അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് പറഞ്ഞു, ഫസ്ദഅ ബിമാ തുഅമർ വഅറിദ് അനിൽ മുശ്രിക്കീൻ. ഫസ്ദഅ ബിമാ തുഅമർ, നബിയെ താങ്കൾ കൽപ്പിക്കപ്പെട്ട കാര്യമെന്തോ അത് ഉറക്കെ പറയുക, പ്രഖ്യാപിക്കുക. ഫസ്ദഅ ബിമാ തുഅമർ. അതുപോലെ അള്ളാഹു പറഞ്ഞു, അഫ ബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, ഈ കാര്യമാണോ നിങ്ങൾ വളച്ചു കെട്ടി പറയുന്നത്? ഇതിലാണോ നിങ്ങൾ ഒരു പുകമറയുണ്ടാക്കി വളച്ചു കെട്ടി തേച്ചും എനിക്ക് പറയാം? അഫ ബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, ഇതാണോ നിങ്ങൾ മയപ്പെടുത്തി ഇങ്ങനെ എണ്ണം എനിക്ക് പറയുന്നത്? അല്ല, ഇത് നേർക്കുനേരെ പറയേണ്ട ദീനാണ്. ഇതാരെയും ഒരാൾക്കും സ്വീകരിക്കാൻ ഒരു തടസ്സമുണ്ടാകേണ്ട, ഒട്ടും ലജ്ജിക്കാനില്ലാത്ത അള്ളാഹുവിൻ്റെ ദീനാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ ഉറക്കെ പറയുക, നമുക്ക് ഇസ്ലാമാണ് വലുത്, നമുക്ക് ഏറ്റവും വലുത് ഇസ്ലാമാണ്, നമുക്ക് ഏറ്റവും വലുത് ഇസ്ലാമാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, അതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ വിശ്വാസമാണ്. ഞാൻ നിന്നെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നവനല്ല, ഞാൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവനല്ല. മറിച്ച് എൻ്റെ ഈമാനും എൻ്റെ ഇസ്ലാമും നാടുകളിൽ രാജ്യങ്ങളിൽ എല്ലാം സമാധാനവും അതുപോലെ നിർഭയത്വവും ഏറ്റവും ഹൈറായ കാര്യങ്ങളും നന്മയും ഉണ്ടാക്കുന്ന ദീനാണ് എൻ്റെ ദീൻ. എൻ്റെ ദീൻ കുഴപ്പത്തിൻ്റെ ദീനല്ല. അത് നീ എത്ര പ്രചരിപ്പിച്ചാലും അത് കളവാണ്, അത് ശരിയല്ല. എൻ്റെ വിശ്വാസം ഇതാണ്. എന്താണ് അതിന് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പവുമില്ല. അത് അള്ളാഹു പഠിപ്പിച്ച ദീനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട, നമ്മൾ ആവർത്തിച്ച് പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഇതറിയണം, ആളുകൾ ഇത് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസം ഇത് തന്നെയാണ്. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, നമ്മുടെ പരിഗണന ദീനിന് തന്നെയാണ്. നമ്മുടെ സ്നേഹം അതിൻ്റെ പേരിലാണ്, നമ്മുടെ അകൽച്ച അതിൻ്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി വെറുത്തു, അള്ളാഹുവിന് വേണ്ടി കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരുന്നു, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിൻ്റെ ഏറ്റവും ബലവത്തായ കയറിൽപ്പെട്ടതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പും. റബ്ബിന് വേണ്ടിയാണ്. മനസ്സിലായി? ഈ പടപ്പുകൾ അവർക്ക് നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു ഉപകാരവും, ഒരു പുൽക്കൊടിയുടെ ഉപകാരവും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ല. ഒരു ഉപദ്രവവും, ഒരു തുള്ളി മണ്ണ് വാരിടാൻ അവർക്ക് സാധ്യമല്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ല. ഇതായിരുന്നു അള്ളാഹുവിൻ്റെ നബിമാരുടെ അവരുടെ വിശ്വാസം. നബിമാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അവർ അള്ളാഹുവിൻ്റെ റിസാലത്ത്, അള്ളാഹുവിൻ്റെ സന്ദേശം അതുപോലെ എത്തിച്ചു കൊടുക്കുന്നവരാണ്. വയഖ്ശൗനഹു, അള്ളാഹുവിനെ പേടിക്കുന്നവരാണ്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒരാളെയും പേടിക്കാത്തവരാണ്. വകഫാ ബില്ലാഹി ഹസീബ, കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, അതിൻ്റെ കണക്കെടുക്കാൻ അള്ളാഹു മതിയായവനാണ്. അതുകൊണ്ട് നമ്മുടെ ദീൻ അതാണ് സത്യം, അത് മാത്രമേ സത്യമുള്ളൂ എന്ന് വിശ്വസിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അത് നമ്മുടെ അവകാശമാണ്. അതിലൊരാൾക്കും കൈകടത്താൻ അവകാശമില്ല. നിനക്കങ്ങനെ വിശ്വാസമുള്ളതുപോലെ എനിക്കും വിശ്വാസമുണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യം. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കുള്ളതുപോലെ എനിക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് താണുകയാണ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കെൻ്റെ കാര്യമാണ് പറയാൻ പറ്റുക. അള്ളാഹുവിൻ്റെ ദീനിൽ അതുണ്ട്. ഇപ്പം നോക്കി, ഞാൻ പറഞ്ഞു വന്നത്, ചില ആളുകൾ അങ്ങേയറ്റം ദയനീയമായ അല്ലെങ്കിൽ അങ്ങേയറ്റം നിന്ദ്യമായ അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കാണാം. ഉദാഹരണത്തിന്, സമൂഹം ഒരു നിലക്കും ഈ അടുത്ത കാലം വരെ അംഗീകരിക്കാതിരുന്ന സ്വവർഗരതി പോലുള്ള തിന്മകൾക്കെതിരെ സംസാരിക്കുമ്പോൾ ചില പ്രബോധകർ ഇപ്പോൾ പറയുന്നുണ്ട്, അത് നല്ലതാണെന്ന് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ളതുപോലെ അത് മോശമാണെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? എന്ത് വൃത്തികേടിനെ കുറിച്ചാണ് ഈ പറയുന്നത്? നിനക്കത് നല്ലതാണെന്ന് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ പ്രചരിപ്പിക്കാൻ അവകാശമുള്ളതുപോലെ എനിക്ക് അവകാശം. ഈ ജാതി നിന്ദതയിലേക്ക് പോകരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മനസ്സിലായില്ലേ? ഇത് ഹക്കാണ്, ഇസ്ലാം ഹക്കാണ്, നന്മ നന്മയാണ്, തിന്മ തിന്മയാണ് എന്നുറക്കെ പറയാം.
അല്ല നിനക്കുള്ളതുപോലെ എനിക്കുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? വൃത്തികേടെന്ന് പറയാം, തിന്മ എന്ന് പറയാം, നന്മ എന്ന് പറയാം. അള്ളാഹു പഠിപ്പിച്ചാണ് നന്മ, അള്ളാഹു തിന്മയെന്ന് പഠിപ്പിച്ചതാണ് തിന്മ. അതിൽ യാതൊരു ഭയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ല. നല്ല ഭാഷയിൽ സംസാരിക്കുക. നീ ആരെയും തെറി വിളിക്കേണ്ടതില്ല, നീ ആരെയും വ്യക്തിഹത്യ നടത്തേണ്ടതില്ല, നീ ആരോട് ഒച്ചയിടേണ്ടതില്ല. പക്ഷേ പറയേണ്ടത് പറയുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക അതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക അതാണ്. അള്ളാഹു പറഞ്ഞ എന്താണ്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നീ നിൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. നോക്കൂ, അള്ളാഹു എന്നിട്ട് പറഞ്ഞത് എന്തെല്ലാം രൂപത്തിനാണ്. അവിടെ ക്ഷണിക്കുമെന്ന് പറഞ്ഞ് നിർത്തിയില്ല. ബിൽ ഹിക്മ, നീ ഹിക്മത്ത് കൊണ്ട് ക്ഷണിക്കുക, യഥാർത്ഥ അറിവ് എത്തിച്ചു കൊടുത്തുകൊണ്ട് യുക്തിയോടെ നീ ക്ഷണിക്കുക. വൽ മൗഇദത്തിൽ ഹസന, സതുപദേശത്തോടെ ക്ഷണിക്കുക. കാരണം ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുത്താലും പോരാതെ വരും. പിന്നെ എന്ത് വേണം? അതിൻ്റെ കൂടെ ഒരു മൗഇദത്ത് വേണം, ഒരു വഅദ് കൂടി വേണ്ടി വരും. ഇതാ നമ്മളിങ്ങനെ ഈ രൂപത്തിൽ തെറ്റായ രൂപത്തിൽ ജീവിച്ചു മരിച്ചാൽ ശിക്ഷയാണ് വരാനുള്ളത്, അല്ലെങ്കിൽ സ്വർഗമാണുള്ളത്. അത് ഒരു വഅദാണ്. കേവലം കാര്യം പഠിപ്പിക്കുക മാത്രമല്ല, മറിച്ചൊരു ഉപദേശം, ഒരു വഅദ് അതുകൂടി വേണ്ടതുണ്ട്. പിന്നെയോ അതിനുമപ്പുറം ചില ആളുകളോട് എന്ത് വേണ്ടി? ഒരു ജിദാൽ വേണ്ടി. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ നീ അവരോട് വാദപ്രതിവാദം നടത്തുക എന്ന് അള്ളാഹു പറഞ്ഞു. അത് പ്രയോജനപ്പെടുന്ന ഇടമുണ്ട്. മുആനിദുകളല്ലാത്ത ആളുകൾ, അഥവാ എന്ത് പറഞ്ഞാലും അവനവൻ്റെ കുതർക്കത്തിലേ നിർത്തുകയുള്ളൂ, തുടരുകയുള്ളൂ എന്ന് തോന്നിയാൽ അവനോട് ജിദാലിൻ്റെ ആവശ്യമില്ല. അവനോട് യാറാദാണ്, തിരിഞ്ഞളയുക, അവനെ ഒഴിവാക്കുക. എന്നാൽ ചിലർ സത്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളോട് വാദമുഖങ്ങൾ പറയും. അപ്പോൾ അവരോട് തിരിച്ചു പറയേണ്ടി വരും. നല്ല രൂപത്തിൽ വജാദിൽഹും ബില്ലതി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ നമ്മൾ അവനെ ഇടിച്ചു താഴ്ത്താനുള്ള മനസ്സോടെയോ അല്ലെങ്കിൽ നമ്മൾ വലിയ ആളാവുക, വ്യക്തിപരമായുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമോ അവിടെ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീൻ വലുതാവുക, അത് പരാജയപ്പെടരുത്. അതുപോലെ ആളുകൾക്ക് ബോധ്യപ്പെടണം എന്ന നല്ല നീയത്തിൽ പറഞ്ഞു വന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെല്ലാം വഴികൾ അതിൽ ഉപയോഗിക്കാൻ പറഞ്ഞു എന്ന് നോക്കൂ. അതുകൊണ്ട് ഈ ദീൻ നമുക്ക് പാലിക്കാനുള്ളതാണ്, ക്ഷണിക്കാനുള്ളതാണ്. അവൻ്റെയും സൗഭാഗ്യത്തിലേക്കാണ് നമ്മൾ അവനെ വിളിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിലേക്കാണ്, അവനെയും നമ്മയും പടച്ച റബ്ബിൻ്റെ ദീനിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. അതിൽ യാതൊരു അപമാനവും തോന്നേണ്ടതില്ല, മറിച്ച് അതിൽ അഭിമാനിക്കുക, അതിൽ സന്തോഷിക്കുക, ഇസ്ലാം കൊണ്ട് സന്തോഷിക്കുക. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫലിയഫ്റഹു, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും അവൻ്റെ റഹ്മത്തിലും സന്തോഷിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. അതുകൊണ്ട് നോക്കൂ, സർവമത സത്യവാദം എന്നത് കുഫ്റാൻ, ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. ഇസ്ലാമല്ലാത്ത വല്ല ദീനും ഒരാൾ സ്വീകരിച്ച് അതിലായി മരിച്ചാൽ അവൻ രക്ഷപ്പെടും എന്ന വിശ്വാസം അതുള്ളവൻ ഇസ്ലാമിൽ പുറത്തു പോകും. 5 നേരം നിസ്കരിക്കുന്നവനാണ് അവൻ എങ്കിൽ പോലും ഒരാൾ വിശ്വസിക്കുകയാണെന്ത് മറ്റൊരു ദീനിൽ ജീവിച്ച ഒരാൾ മരിച്ചു, ഒരു മുശ്രിക്കോ അല്ലെങ്കിൽ യഹൂദിയോ അല്ലെങ്കിൽ നസറാനിയോ ആയി ജീവിച്ചു മരിച്ചാൽ ഒരാൾ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ അതും ശരിയായ വഴി അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗമാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ വിശ്വസിച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ നോക്കൂ, ഇസ്ലാം അവകാശപ്പെടുന്ന ചില ആളുകളുണ്ടാവും. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്ന ഒരാൾ, അവനിൽ എന്തെങ്കിലും ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന കാര്യം വന്നു ചേർന്നു, അവനതറിയില്ല. അവൻ പറയുന്നത് ഇത് ഇസ്ലാമാണ്. ഉദാഹരണത്തിന് ഇസ്തിഗാസയും തവസ്സുൽ ഇസ്ലാം ഒരു ബിദ്അത്താണ്. ഇസ്തിഗാസ, അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ, അത് ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് ശിർക്കാണ്, അങ്ങനെ ചെയ്യുന്നവർ ഇസ്ലാം നിന്ന് പുറത്തു പോകും എന്ന് പറയാൻ യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അത് ചെയ്യുന്ന ഒരാളെ വ്യക്തിപരമായി തഈൻ ചെയ്ത് അവൻ കാഫിറാണെന്ന് പറയാൻ ഇസ്ലാമിൽ ചില കടമ്പകളുണ്ട്. ഒന്ന് തക്ഫീറുൽ മുത്ലഖ്, മറ്റൊന്ന് തക്ഫീറുൽ മുഅയ്യൻ. തക്ഫീറുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായി ഇന്നത് ചെയ്താൽ കാഫിറാണ്, ഇങ്ങനെ ചെയ്യുന്നവർ മുശ്രിക്കുകളാണ് എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അള്ളാഹു റസൂലും പറഞ്ഞ് നമുക്ക് പറയാം, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുശ്രിക്കാണ്, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ കാഫിറാണ് എന്നിങ്ങനെ പറയാം, യാതൊരു കുഴപ്പമില്ല. നിസ്കരിക്കാത്തവൻ കാഫിറാണ് പറയാം, ഒരു കുഴപ്പവുമില്ല. അതേസമയം ഇത് വ്യക്തിപരമായ ഒരു ചെയ്യുക, ഇന്നയാൾ പേരെടുത്തിട്ട് ഇയാൾ കാഫിറാകുന്നു എന്ന് ഇസ്ലാം സ്വയം അവകാശപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയാൻ ചില കടമ്പകളുണ്ട്. ഇസ്ലാം അവകാശപ്പെടുന്നവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
അവൻ തന്നെ പറയുന്നില്ല ഞാൻ മുസ്ലിമാണ് എന്ന്. അവനെക്കുറിച്ച് പിന്നെ നമ്മൾ ഇസ്ലാമാണോ കാഫറാണെന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഇല്ല, കാഫറാണ്. പക്ഷെ അവൻ ഞാൻ മുസ്ലിമാണെന്നാണ് പറയുന്നത്. അവൻ പലപ്പോഴും ഇത് ദീനാണെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളെ തക്ഫീർ ചെയ്യാൻ, വ്യക്തിപരമായി അവൻ കാഫറാണെന്ന് പറയാൻ ചില നിബന്ധനകളാണ്. തക്ഫീറുൽ മുഅയ്യൻ എന്നാണ് പറയുക. വ്യക്തിപരമായി തക്ഫീർ ചെയ്യാൻ. ഉദാഹരണത്തിന് അവന് അതേക്കുറിച്ചുള്ള വിവരം വന്നു കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ, ആ തെളിവ് അവന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയേണ്ടതുണ്ട്. അതുപോലെ അവനത് അറിഞ്ഞു തന്നെയാണോ ആ വാക്കുകൾ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ്റെ പ്രധാനപ്പെട്ട ശുഭത്തുകൾ, സംശയങ്ങൾ നീക്കി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ചില കടമ്പകൾ അവനെ തക്ഫീർ നടത്താനുണ്ട്. ശരി, അതുകൂടാതെ ഒരു വ്യക്തിയിൽ ഇത് ബാധകമായോ, അയാൾക്ക് ഈ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞോ, അവനെ കാഫറാക്കേണ്ട സമയം എത്തിയോ എന്നതിൽ രണ്ടുപേർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ കാര്യം അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക കുഫറാണ് എന്നതിൽ ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ തർക്കമില്ല. പക്ഷെ അത് ചെയ്യുന്ന മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യനിൽ അത് അപ്ലൈ ചെയ്യാനായോ എന്നതിൽ എനിക്കും എൻ്റെ സഹോദരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ പറയാണ്, കണ്ടോ ആ ഗാഫറിനെ ഇയാൾ ഗാഫറാക്കിയല്ലോ, അതുകൊണ്ട് ഇവൻ ഗാഫറായി എന്ന് പറയാൻ പറ്റുമോ? പറ്റിയത് രണ്ടാണ്. ആ കാര്യം കുഫറാണെന്നോ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്നോ എൻ്റെ സഹോദരൻ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇസ്ലാം അവകാശപ്പെടുന്ന മുസ്ലിമാണെന്ന് പറയുന്ന ഈ മനുഷ്യരെ അത് അപ്ലൈ ചെയ്യാനുള്ള സമയമെത്തിയോ, അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞോ എന്നതിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും, സ്വാഭാവികമാണ്. കാരണം അത് ഓരോ വ്യക്തിയെ ബാധിക്കുന്ന കാര്യമാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് കാഫറിനെ കാഫറാക്കാത്തവൻ കാഫറാണ് എന്ന് നമ്മൾ ഇത്രയേറെ പറഞ്ഞത് ഇവിടെ ചില ആളുകൾ വിവരമില്ലാതെ പ്രയോഗിക്കാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. അതൊരിക്കലും ശരിയല്ല. കാഫറിനെ കാഫറാക്കാത്തവൻ കാഫറാണ് എന്നത് ശരിയായ തത്വമാണ്, ഒരു സംശയവുമില്ല. മനസ്സിലായി? കാഫറാണ്, അവൻ പരലോകത്ത് ആ രൂപത്തിൽ മരിച്ചാൽ ശാശ്വത നരകത്തിലാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ഈ രൂപത്തിൽ താൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ഒരാളിൽ ആ തക്ഫീർ പ്രയോഗിക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അതിൽ അത്ഭുതമില്ല. അതിൻ്റെ പേരിൽ ഒരാളെ വഴിപഴിച്ചവനാക്കാൻ പാടില്ല. എന്നാൽ കുഫറിൻ്റെ മില്ലത്തുകളിൽ വിശ്വസിക്കുന്ന യഹൂദിയോ നസറാനിയോ അല്ലെങ്കിൽ മറ്റുള്ള ദീനിലോ വിശ്വസിക്കുന്നവരും ചിലപ്പം പരലോകത്ത് രക്ഷപ്പെട്ടേക്കും എന്ന് പറയുക, ആ വഴിയുമെല്ലാം ഒരു കടലിലേക്കുള്ള പല പല ജലാശയങ്ങളുടെ സഞ്ചാരം പോലെയാണ് എന്നൊക്കെ പറയുന്ന വാദവും അത് തീർത്തും കുഫറായ വാദമാണ്. നോക്കൂ, ഹദീസ് നിഷേധം അതിലേക്ക് എത്തിപ്പെടുന്ന ഒരു വാദമാണ്. അതുകൊണ്ടാണ് ചേകന്നൂർ മൗലവി അയാൾ ഹദീസിനെ നിഷേധിച്ചത് എങ്ങനെയാണ്. ആദ്യം പറഞ്ഞു 2 സാക്ഷികളുള്ള ഹദീസ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ എല്ലാ ഹദീസും തള്ളിയിട്ടല്ല ആൾ വന്നത്. മറിച്ച് അയാൾ ആദ്യം പറഞ്ഞ 2 സാക്ഷികൾ ഉള്ള ഹദീസ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നില്ലേ, എന്താ ഇതിൽ കുഴപ്പം, 2 സാക്ഷി ഉണ്ടായ എന്താ പ്രശ്നം? പക്ഷെ ഹദീസുകൾ ഇസ്ലാമിലെ വലിയ ഒരു ഭാഗം ഹദീസുകളെ തള്ളാനുള്ള വഴിയായിരുന്നു. അത് ഒരൊറ്റ ആൾ മാത്രം ആണ് ഒരു ഹദീസ് ഉദ്ധരിച്ചത് എങ്കിൽ പോലും ഹദീസ് സ്വീകാര്യമാണ്. ആളുടെ സത്യസന്ധത മാത്രമേ പ്രശ്നമുള്ളൂ. സഹാബികൾക്ക് ശേഷമുള്ള ആളുകൾ, സഹാബിമാരാണെങ്കിൽ അവരുടെ സത്യസന്ധതയിലോ അദാലത്തിലോ പിന്നെ സംശയമില്ല. കാരണം അവരുടെ അദാലത്ത്, അവർ സത്യസന്ധരും സ്വീകാര്യയോഗ്യരുമാണ് എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേറെ ഒരാളുടെയും സാക്ഷ്യം ആവശ്യമില്ല. അവർക്ക് ശേഷമുള്ളവരാണ് എങ്കിൽ പോലും, സത്യസന്ധനാണോ കൃത്യതയുള്ള ആളാണോ ഒരാളാണ് എങ്കിൽ പോലും യാതൊരു തകരാറുമില്ല ദീനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ഖബർ സ്വീകരിച്ചിട്ടുണ്ട്, സഹാബത്ത് ഒരാളുടെ ഖബർ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ. അതൊക്കെ അതിന് തെളിവാണ്, മറ്റൊരു വിഷയമാണ്. പറഞ്ഞൊന്ന് ചേകന്നൂർ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഹദീസുകളെ മൊത്തം ചീത്ത വിളിക്കാൻ തുടങ്ങി. അയാളുടെ പ്രധാനപ്പെട്ട തെറിവിളി ആരേക്കാണെന്ന് പറയുന്നത്, ഒന്ന് ഇമാം ബുഖാരി, പിന്നെ സഹാബത്തിൽ അബൂ ഹുറൈറ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ്റെ ഇതുപോലുള്ള അധപ്പതനം മറ്റെന്തുണ്ട്? ലോകത്ത് ഇസ്ലാമിന് ഏറ്റവും കനപ്പെട്ട സംഭാവനകൾ ചെയ്തവർ ഒരുവൻ്റെ ഏറ്റവും കടുത്ത ശത്രുക്കളായി മാറുക. കാരണം അവൻ അത്രയും അള്ളാഹുവിൻ്റെ തിരുനോട്ടത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടന്ന പിഴച്ചവനായി തീർന്നിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഹദീസുകളെ തള്ളിക്കളഞ്ഞു. 3 നേരം മാത്രമായി മാറി നിസ്കാരം, 3 നിസ്കാരം മാത്രം. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ നിസ്കാരത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല, അള്ളാഹനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി, മനസ്സിൽ വിചാരിച്ചാൽ മതി. പിന്നെയോ ചേകന്നൂർ എഴുതിയ അവസാനത്തെ പുസ്തകത്തിൻ്റെ പേര് സർവമത സത്യവാദം ഖുർആനിൽ. ഇതാണ് അതിൻ്റെ ഹെഡിങ്.
സർവമത സത്യവാദം ഖുർആനിൽ. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഹദീസ് നിഷേധികൾ അവരുടെ സംസാരം പറഞ്ഞ് ഈ രൂപത്തിൽ പോകുന്നത് കാണാം. നിങ്ങൾ നോക്കൂ, ഹദീസ് നിഷേധത്തിന് വളരെ അറിയപ്പെട്ട മർക്കസുദ് ദഅവ എന്നറിയപ്പെടുന്ന പഴയ മടവൂർ വിഭാഗം എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗത്തിലെ ഒരുപാട് ആളുകൾ, പ്രാസംഗികന്മാർ, അവരുടെയൊക്കെ സംസാരം ഈ രൂപത്തിൽ വളരെ ലിബറലായി ഇങ്ങനെ ദീൻ ഒരു എത്രയോ സ്ഥാനങ്ങൾക്ക് പിന്നിൽ മാത്രം വരുന്നൊരു കാര്യമായി മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരാൾ ഒരുപാട് കാലം പ്രയത്നിച്ചിട്ട് അവസാനം പണ്ട് കാലത്ത് റാസിയൊക്കെ പറഞ്ഞതുപോലെ ഒരാൾ അവസാനം പറഞ്ഞത്, ഞാൻ മുജാഹിദ് പ്രസ്ഥാനം ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഇത്ര കാലം ശിർക്ക്, അതുപോലെ ബിദ്അത്ത്, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതും ദഅവത്ത് നടത്തിയതൊക്കെ വെറും ബാത്തിലായ കാര്യമായിരുന്നു. എൻ്റെ ഇത്രയും വർഷം 40-50 കൊല്ലം ജീവിച്ചത് ബാത്തിലായിപ്പോയി. സുബ്ഹാനല്ലാഹ്, വളരെ വലിയ നേതാവായിരുന്ന, ഒരുപാട് അവരുടെ മാസികളിലും മറ്റൊക്കെ എഴുതിയിരുന്ന ഒരു കിനാലൂർ ഉള്ള ഒരു ആൾ പറഞ്ഞതാണ്. ആളിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു രൂപത്തിനാണ്. എല്ലാ വഴിയും ഇതൊക്കെ നമ്മൾ വിശാലമായ ഒരു ചിന്താഗതിയോടെ ജീവിക്കണം. അത് ഏത് തർക്കത്തിലായാലും, ഒരു സുന്നി മുജാഹിദ് തർക്കത്തിലായാലും ശരി, കുറച്ചങ്ങോട്ട് കടന്ന് മതങ്ങൾ തമ്മിലുള്ള തർക്കത്തിലായാലും ശരി, അങ്ങനെ ഒരു ആളായി ജീവിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതെല്ലാം സഹോദരങ്ങളെ, ഇതാണ് പ്രശ്നം. ആൾ മുമ്പ് പഴയ കാലത്ത് പ്രവർത്തന രംഗത്ത് സജീവമായ കാലത്ത് ചേകന്നൂരിനെ പുകഴ്ത്തി പുസ്തകം എഴുതിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകത്തിന് ആമുഖം എഴുതിയിരുന്നു, ലേഖനം എഴുതിയിരുന്നു. ചേകന്നൂരിനെ പുകഴ്ത്തി അവസാനം എന്തിലെത്തി? ഈ അവസ്ഥയിലേക്ക് എത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം എന്താണ്? നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം ഇക്കാര്യം. യഥാർത്ഥ വിജ്ഞാനം, ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ വിജ്ഞാനം, സലഫിൻ്റെ മനഹജ്, മുൻഗാമികളുടെ വഴി, അതിൽ നിന്ന് ഒരാൾ പോയാൽ, മറ്റുള്ള വിജ്ഞാനീയങ്ങളിലേക്ക് പോയാൽ അവസാനം ദീൻ മടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. നീ ഖുർആൻ പഠിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിച്ചോ, നീ എത്ര കാലം അത് പഠിച്ചാലും, എത്ര കാലം നീ അതിൽ മുന്നോട്ട് പോയാൽ, അതിനുവേണ്ടി സംസാരിച്ചാലും ഒരിക്കലും അത് വെറുതെ ആയിരുന്നു എനിക്ക് തോന്നുകയില്ല. ഒക്കെ വെറുതെ ആയിപ്പോയി എന്ന് തോന്നി. പക്ഷെ ശ്രദ്ധിക്കണം, ദീൻ പറഞ്ഞ മുൻഗണന പാലിച്ചിട്ടായിരിക്കും സംസാരിക്കേണ്ടത്. ദീൻ പഠിപ്പിച്ച മുൻഗണനയുണ്ട്. തൗഹീദ്, സുന്നത്ത്, ഷിർക്ക്, ബിദ്അത്ത്, ഈ മുൻഗണനാക്രമം ശ്രദ്ധിക്കണം. അതല്ലാതെ ഇന്ന് തുടങ്ങി നാളെ തീരുന്ന തർക്കങ്ങളുണ്ടാവും. ഈ കൊല്ലം തുടങ്ങി അടുത്ത കൊല്ലം പിന്നെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഏതാനും വർഷങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, ദീനുള്ള അവഗാഹം നമുക്കുണ്ടായ ഏതിൽ സംസാരിക്കണം നമുക്ക് ബോധ്യപ്പെടും. വേണ്ടാത്തിൽ സംസാരിച്ച് നമ്മൾ ഖേദിക്കേണ്ടി വരും. ആ ഖേദം ചെയ്തു കൂട്ടിയ വർത്തമാനത്തിനനുസരിച്ച് കൂടും കുറേയൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? വേണ്ടാത്തത് സംസാരിച്ച് അങ്ങനെ പോയാൽ ഒരുപാട് ഖേദിക്കേണ്ടി വരും. എന്നാൽ ദീനിൻ്റെ സുപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ, ഖുർആനും സുന്നത്തും എത്ര കാലം പഠിച്ചാൽ അതിൽ ഖേദിക്കേണ്ട, മടുക്കേണ്ട അവസ്ഥ നമുക്ക് വരികയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹദീസ് നിഷേധം അത് സർവമത സത്യവാദത്തിലേക്ക് എത്തും. അത്തരക്കാർക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വലിയ സഹായങ്ങൾ ഏത് കാലത്തും ചെയ്തിരുന്നു. ഈ അടുത്ത് മരണപ്പെട്ട ഹംസ മൗലവി റഹിമഹുല്ലാ, സക്കരിയ സലാഹിയുടെ ഉപ്പയായ ഹംസ മൗലവി റഹിമഹുല്ലാ, അദ്ദേഹം അടുത്ത് മരണപ്പെട്ടു. 90-ലധികം പ്രായമുണ്ടായിരുന്നു. അദ്ദേഹവുമായി നമ്മളൊരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചേകന്നൂർ മൗലവിയെ നേരിട്ട് കണ്ട ആളാണ്. ചേകന്നൂർ മൗലവിയെ ഒരിക്കൽ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഇയാൾക്ക് ഒരു പെട്ടി നിറയെ പണം കൊണ്ടുകൊടുത്തത് ആരാണെന്നറിയില്ല, കൊണ്ടുകൊടുത്തത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അന്ന് മുതൽ തന്നെ ഇത്തരം ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണമായി പറഞ്ഞത്, മരണപ്പെട്ടു പോയ, കളവ് പറയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരാൾ നമ്മളോട് നേരിട്ട് പറഞ്ഞ, അദ്ദേഹം നേരിട്ട് കണ്ട കാഴ്ചയാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിൻ്റെ ഇത്തരം ശത്രുക്കളെ ഏത് കാലത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സഹായിച്ചിട്ടുണ്ട്. ഇസ്ലാം പേര് വെച്ച് ഇസ്ലാമിനെതിരിൽ പറയുന്ന ഇപ്പോഴുള്ള ചില നിരീശ്വരവാദികളായ ചില നജസുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഇതുപോലെ തന്നെയാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ നിലക്കും, പണം കൊണ്ടും ഏത് നിലക്കും സഹായിക്കും. കാരണം അവരെല്ലാം ദീനിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ളലാലത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. والسلام عليكم ورحمة الله وبركاته.